Hello everyone and welcome to this session. So in the session we discuss Jee Main 2023 first session January 25th evening session paper so without further delay we'll directly move on to the questions. So this is question match the following question list 1 cobalt catalyst, syngas, nickel catalyst, brine solution. List 2 H2 plus Cl2 production, water gas production, coal gasification, methanol production. This is hydrogen and its compounds. This chapter is question. List 2 H2 plus Cl2 production. hydrogen production brine solution electrolyze will get hydrogen. Hydrogen and chlorine respective electrode H plus reduction oxidation H plus reduction cathode hydrogen produce anode chlorine produce solution NaOH chloralkali process. This hydrogen production reaction it is from brine solution. Brine solution electrolysis product H2 and Cl2. D match D1 D match 1 ini varunathu water gas production aanu. Water gas production ഒന്ന് ഹൈഡ്രോകാർബണിൽ നിന്നാണ്. ഇപ്പം നമ്മൾ മീഥെയിനൊക്കെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോകാർബൺസ് ഓൺ റിയാക്ഷൻ വിത്ത് സ്റ്റീം പ്രൊഡ്യൂസ് വാട്ടർ ഗ്യാസ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിൻഗ്യാസ്. അപ്പോൾ ഇവിടെ ഈ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. അത് നിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അതായത് ഹൈഡ്രോകാർബണിൽ നിന്ന് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഗ്യാസ് ഉണ്ടാവുന്ന റിയാക്ഷനകത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിക്കലാണ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ ഗ്യാസ് പ്രൊഡക്ഷനിൽ മാച്ച് ചെയ്യാൻ പോകുന്നത് സി ആയിരിക്കും അല്ലെ. സി ആണ് മാച്ച് ചെയ്യാൻ പോകുന്നത്. സി വിൽ മാച്ച് വിത്ത് 2. കാരണം വാട്ടർ ഗ്യാസ് പ്രൊഡക്ഷനിൽ നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട്. മീഥെയിൻ പ്ലസ് സ്റ്റീം ഗിവ്സ് CO plus H2 അതാണ് വാട്ടർ ഗ്യാസ്. അപ്പോൾ അവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ഗ്യാസ് പ്രൊഡക്ഷൻ മാച്ച് ചെയ്യുന്നത് നിക്കൽ ആയിരിക്കും. ഇനി കോൾ ഗാസിഫിക്കേഷൻ ആണ്. കോൾ ഗാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിന് നമ്മൾ വാട്ടർ ഗ്യാസ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് അല്ലെ കോൾ ഗാസിഫിക്കേഷൻ. അപ്പം അത് അഗൈൻ സിൻഗ്യാസിന്റെ ഫോർമേഷൻ ആണ്. എവിടെ നിന്ന് ഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോളിൽ നിന്ന്, അതായത് കാർബണിൽ നിന്ന്. കാർബണിന് ഗ്യാസിഫിക്കേഷൻ നടത്തുന്ന പ്രോസസ്, സിൻഗ്യാസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കോൾ ഗാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് ബി മാച്ച് ചെയ്യുന്നത് 3 ആയിട്ടായിരിക്കും. ബി മാച്ച് ചെയ്യുന്നത് 3 ആയിട്ടാണ്. ഇനിയുള്ളത് മെത്തനോൾ പ്രൊഡക്ഷൻ ആണ്. ഇതും ആ ഒരു ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്. നമ്മൾ കാർബൺ മോണോക്സൈഡ് സിൻഗ്യാസിന് മെത്തനോൾ ആക്കി മാറ്റുന്ന അല്ലെ. അതിന് സിൻഗ്യാസ് എന്ന് വിളിക്കാം. സിൻഗ്യാസ് എന്ന് വിളിക്കാനുള്ള കാരണം അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് സിൻഗ്യാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ മെത്തനോൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്. അത് കൊബാൾട്ട് ആണ്. കൊബാൾട്ട് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ മെത്തനോൾ പ്രൊഡക്ഷൻ ഫ്രം സിൻഗ്യാസ്. അപ്പോൾ അവിടെ മെത്തനോൾ പ്രൊഡക്ഷൻ മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. സോ A will match with 4. അപ്പോൾ A4 വരുന്ന 2-3 ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ B3 A4 B3 this is C. 2 ആയിട്ട് മാച്ച് ചെയ്യുന്നത് വാട്ടർ ഗ്യാസ് പ്രൊഡക്ഷൻ C ആണ്. അപ്പോൾ A4 B3 C2 D1. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് തന്നെ. അതായത് കൊബാൾട്ട് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ മെത്തനോൾ പ്രൊഡക്ഷൻ. സിൻഗ്യാസ് കോൾ ഗാസിഫിക്കേഷൻ ആണ്. അതേപോലെ നിക്കൽ കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഗ്യാസ് പ്രൊഡക്ഷൻ. വാട്ടർ ഗ്യാസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുകയാണ്. ആൻഡ് ഓപ്ഷൻ ഡി ബ്രൈൻ സൊല്യൂഷൻ H2Cl2 പ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഇസ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. So we move on to the next question. So this is the next question. Given below are 2 statements. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് a rotating paddle agitate the mixture or agitate the mixture to drive air out of it. തെറ്റാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ടെക്നിക് മെത്തേഡിൽ നമ്മൾ എയർ
അകത്തേക്ക് എടുത്തിട്ടാണ് അത് ഫ്രോത്ത് ഫോം ചെയ്യിക്കുന്നത് അല്ലെ. അപ്പോൾ ഡ്രൈവ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അത് നമ്മൾ എയർ അകത്തേക്ക് എടുത്തിട്ട് അതായത് സൊല്യൂഷനിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രോത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസിക്കലി ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. In froth flotation method, a rotating paddle agitates the mixture to drive air inside the mixture. അത് അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. എയർ പുറത്തേക്കല്ല എടുക്കുന്നത്, എയർ അകത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഫ്രോത്ത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 is wrong. Iron pyrites are generally avoided for extraction of iron due to environmental reasons. Iron pyrites means sulfide ore ആണ്. സൾഫൈഡ് ഓർ ജനറലി നമ്മളത് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് SO2 SO3 ഒക്കെ. ബേസിക്കലി SO2 ആൻഡ് ഇറ്റ് ഇസ് എൻ എൻവയോൺമെന്റൽ പൊല്യൂട്ട് അല്ലെ. അതൊരു എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് ആണ്. സോ ജനറലി നമ്മൾ അയൺ പൈറൈറ്റ്സ് അയണിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ore. Okay, so this is correct. Iron pyrites are generally avoided for extraction of iron due to environmental reasons. So statement 1 is incorrect and statement 2 is correct. Statement 1 is false but statement 2 is true. So correct answer is option 2. Another question. Which of the following represents the correct order of metallic character of the given elements? Metallic character ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 4 എലിമെന്റ്സ് ആണ്. സിലിക്കൺ ഉണ്ട്, ബെറിലിയം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. നമ്മൾ ഇവരുടെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻസ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. ബെറിലിയം രണ്ടാമത്തെ പീരീഡിൽ സെക്കൻഡ് പീരീഡ് ആണ്. അതേപോലെ തേർഡ് പീരീഡിൽ വരുന്നതാണ് മെഗ്നീഷ്യം, ബെറിലിയം, മെഗ്നീഷ്യം. അതേപോലെ പൊട്ടാസ്യം തന്നിട്ടുണ്ട്. പൊട്ടാസ്യം തേർഡ് പീരീഡിലെ ആദ്യത്തെ എലിമെന്റ് ആണ്. സോഡിയം, പൊട്ടാസ്യം, ബെറിലിയം, മെഗ്നീഷ്യം. പിന്നെ നമുക്ക് തന്നേക്കുന്ന സിലിക്കൺ ആണ്. നമുക്ക് സിലിക്കൺ അറിയാം. ഇത് 1 2 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ് കാർബൺ, സിലിക്കൺ, ഇങ്ങനെ അല്ലെ, ജെർമേനിയം. ഓക്കെ, ഇതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 4 എലിമെന്റുകളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് മെറ്റാലിക് ക്യാരക്ടർ അല്ലെ. വി ഹാവ് ടു കമ്പയർ ദ മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ കമ്പയർ ചെയ്യണം. അത് നമുക്ക് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ബേസിക്കലി അതിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതിൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും അല്ലെ. മെറ്റാലിക് ക്യാരക്ടർ കൂടും. അതേപോലെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പീരീഡിൽ പീരിയോഡിക് ടേബിൾ പീരീഡിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. അതായത് ജനറലി ഏറ്റവും താഴെ വരുന്ന പീരീഡിൽ പീരിയോഡിക് ടേബിളിൽ താഴെ വരുന്ന ആൾക്കാർക്ക് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എലിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം തന്നിട്ടുണ്ട്, ബെറിലിയം തന്നിട്ടുണ്ട്, മെഗ്നീഷ്യം തന്നിട്ടുണ്ട്, സിലിക്കൺ തന്നിട്ടുണ്ട്. ഈ 4 എലിമെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ. നമുക്ക് ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും മെറ്റാലിക് ആയിട്ടുള്ളത് പൊട്ടാസ്യം ആയിരിക്കും അല്ലെ. പൊട്ടാസ്യം ആയിരിക്കും. താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും അല്ലെ. അയണൈസേഷൻ എനർജി കുറയുവാണ്, അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. അപ്പൊ ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ വരുന്നത് പൊട്ടാസ്യത്തിനാണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ ആൽക്കലി മെറ്റൽസ് ആണ് ഇതൊക്കെ അല്ലെ. അപ്പൊ ഇവരുടെ മെറ്റാലിക് ക്യാരക്ടർ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പിന്നെ വരുന്ന ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലെ. അപ്പൊ അടുത്തത് ഒബ്വിയസ്ലി ആർക്കായിരിക്കും വരിക? മെഗ്നീഷ്യത്തിനാണ് വരിക അല്ലെ. മെഗ്നീഷ്യം ആണ് വരിക. പിന്നെ അതേ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ബെറിലിയം വരും. നമ്മൾ ഈ സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലെ സിലിക്കൺ ഈസ് എ സെമി കണ്ടക്ടർ, ഇറ്റ് ഇസ് എ മെറ്റലോയിഡ്. ഓക്കെ, സിലിക്കൺ ആണ് ഏറ്റവും കുറവ് മെറ്റാലിക് ക്യാരക്ടർ വരുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സിലിക്കൺ, ബെറിലിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം. പൊട്ടാസ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ. സിലിക്കൺ ഇറ്റ് ഹാസ് ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. സോ ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സിലിക്കൺ, ബെറിലിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Given below are 2 statements. One is labeled as assertion and the other is labeled as basically assertion reason question ആണ്. അപ്പൊ ഇതാണ് assertion. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the alkali metals and their salts impart characteristic color to reducing flame. See, alkali metals ന്
ഫ്ലെയിം ടെസ്റ്റ് തരുന്ന ഒരു കോമ്പൗണ്ടുകളാണ് അവരുടെ ഒക്കെ. അപ്പൊ അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസിന്റെ പ്രത്യേകത when they are heated they undergo excitation. Electrons in the valence cell will get excited, and when these electrons come back to the ground state, they emit radiations in the visible region. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ കളർ കാണാൻ പറ്റുന്നത്. അപ്പൊ ബേസിക്കലി ഇലക്ട്രോണിന് ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ്യൂസിങ് ഫ്ലെയിം ഉപയോഗിച്ചാൽ പോരാ, വി ഹാവ് ടു യൂസ് ഓക്സിഡൈസിങ് ഫ്ലെയിം. അപ്പൊ റെഡ്യൂസിങ് ഫ്ലെയിമിലല്ല ബേസിക്കലി അവർ ഫ്ലെയിം ടെസ്റ്റ് തരുന്നത്, ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണ്. ദ ആൽക്കലി മെറ്റൽസ് ആൻഡ് ദ salts impart characteristic color to reducing flame എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is wrong. Statement is wrong. It is an oxidizing flame. Reason alkali metals can be detected using flame test. This statement is correct. Because we can detect alkali metals using flame test. Alkali metals can be detected using flame test. This is a correct statement, but assertion is basically wrong. So assertion is wrong, reason is correct. Okay, so A is not correct and R is correct. So correct answer is option 3. ഇവിടുത്തെ തെറ്റായിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്യൂസിങ് ഫ്ലെയിം എന്നുള്ളതാണ്. ബേസിക്കലി അത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. കാരണം ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടക്കണം, എന്നാലും മാത്രമേ ഈ കളർ വരത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓക്സിഡേഷൻ ഫ്ലെയിം ഉപയോഗിക്കണം. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. What is the mass ratio of ethylene glycol? Its molar mass is given 62 gram per mole, required for making 500 gram of 0.25 molar aqueous solution and 250 ml of 0.25 molar aqueous solution. So one is molality, another one is molarity. Okay, one is molality and another one is molarity. So molality means number of moles of solute present in 1 kilogram of solvent, and molarity is number of moles of solute present in 1 liter of solution. So that is the difference in definition of molality and molarity. So basically we have to find the ratio of weight. So molality calculation we are given common ആയിട്ട് നമുക്ക് പറയാം solute glycol ആണ്. അപ്പോൾ solute glycol ആണ്, രണ്ട് കേസിലെയും solute glycol ആണ്. അപ്പോൾ molality തന്നേക്കുന്നത് എത്രയാന്ന് വെച്ചാൽ 0.25 ആണ്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഇവിടെ 500 ഗ്രാം സൊല്യൂഷൻ ആണ് തന്നേക്കുന്നത്. വെയിറ്റ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിന് ഈക്വൽ ആയിട്ട് എടുക്കുന്നു. We are taking it is approximately equal to weight of solvent ആക്കി എടുക്കുന്നു. അതാണ് നമുക്കിത് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വെയിറ്റ് ഓഫ് ബൈ ഡെഫിനിഷൻ മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടിയത് വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് അല്ലെ, വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. പക്ഷെ നമുക്ക് വെയിറ്റ് ഓഫ് സോൾവെന്റ് അല്ല തന്നേക്കുന്നത്, വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ആണ് തന്നേക്കുന്നത്. നമ്മൾ അതിനെ സോൾവെന്റിന്റെ വെയിറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഇതിൽ ആൻസർ വരുന്നുണ്ടോന്ന്. വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്കത് വെയിറ്റ് ഓഫ് സോൾവെന്റ് ആയിട്ട് തന്നെ എടുക്കാം അല്ലെ. അപ്പൊ മൊളാലിറ്റി 0.25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. മൊളാലിറ്റിയുടെ ഫോർമുല നമ്മൾ എങ്ങനെ എഴുതാം? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്നാണ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെന്റ്. നമ്മൾ ഗ്രാമിലാണ് എടുക്കുന്നതെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 1000. ഓക്കെ, അപ്പൊ ഇതാണ് മൊളാലിറ്റിയുടെ ഫോർമുല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? W1 എഴുതാം, കാരണം നമുക്ക് കമ്പയർ ചെയ്യണം അല്ലെ. W1 മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റിനെ W1 എന്ന് എടുക്കാം, മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റിനെ W2 എന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. W1 ഇതാണ് നമ്മുടെ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. മൊളാലിറ്റിയുടെ കേസിൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് 62 എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെന്റ്. നമ്മൾ 500 ഗ്രാം ആണ് വെയിറ്റ് ഓഫ് സൊല്യൂഷൻ തന്നേക്കുന്നത്, അത് തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. വെയിറ്റ് ഓഫ് സോൾവെന്റ് എക്സാക്ട്ലി നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ എക്സാക്ട് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് നമുക്ക് വേണം അല്ലെ. സൊല്യൂട്ടിന്റെ വെയിറ്റ് തന്നിരുന്നെങ്കിൽ സൊല്യൂഷന്റെ വെയിറ്റ് എന്ന് സൊല്യൂട്ടിന്റെ വെയിറ്റ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഓഫ് സോൾവെന്റ് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആക്കി എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻറ്റു 1000.
ഇതാണ് അല്ലേ. ഇതിനെ നമുക്ക് വേണം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് 2W1 ഡിവൈഡഡ് ബൈ 62 എന്ന് എഴുതാം അല്ലെ. 500-നെയും 1000-നെയും 500-നെയും 2 വെച്ച് ക്യാൻസൽ 2W1 ബൈ 62. ഇനി അടുത്ത ഡാറ്റ നമുക്ക് തന്നേക്കുന്ന മൊളാരിറ്റിയെ കുറിച്ചാണ്. മൊളാരിറ്റി 0.25 അല്ലെ. മൊളാരിറ്റി ഈസ് ഗിവൺ ആസ് അഗെയിൻ 0.25 തന്നെയാണ് മൊളാരിറ്റി തന്നേക്കുന്നത്. പിന്നെ വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് 250 ml ആണ് വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 250 ml. ഇനി മൊളാരിറ്റിയുടെ ഫോർമുലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. നമുക്ക് മില്ലി ലിറ്ററിൽ തന്നതുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുത്തേക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? WB ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഇൻറ്റു 1000 അല്ലെ. അപ്പൊ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 0.25 is equal to W2 എന്ന് എഴുതാം അല്ലെ. W2 divided by molar mass of solute. It is again 62 ആണ്. 62 ആണ്. Volume of 250 ml ആണ് into 1000. Into 1000. So this is equal to 4W2 divided by 62. 250 100,000 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. സോ നമുക്ക് W1 എവിടുന്ന് ഫോർമുല മാസിന്റെ റേഷ്യോ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. സോ W1 is equal to 62 into 0.25 divided by 2 നേടാം അല്ലെ. 62 W1 is equal to 62 into 0.25 divided by 2. ഇവിടുന്നോ W2 is equal to 62 into 0.25 divided by 4. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? മാസിന്റെ റേഷ്യോ ആണ്. W1 by W2 ആണ്. We have to find W1 by W2. W1 by W2 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ W1 by W2 ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു പോകും. സോ ബേസിക്കലി വി വിൽ ഗെറ്റ് 4/2 ഓർ 2/1. സോ W1 റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ W1 is to W2 is equal to 2:1. Okay, so the correct answer is 2:1 and the option is option 3. Okay, so correct answer is option 3. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഒന്നുമില്ല, ഡെഫിനിഷൻ ഉപയോഗിക്കുക, വെയിറ്റ് റേഷ്യോ കമ്പയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്സ് വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റൻ, ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ബൈ convention it is depicted by a small arrow with tail on the negative center and head pointing towards the positive center. So ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം, ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് രണ്ട് ചാർജുകൾ തമ്മിൽ ഡിഫറൻസ് വരുമ്പം ആ ചാർജ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഡൈപോൾ മൊമെന്റ് ഇസ് the product of the magnitude of one of the charge and distance between the two charges അല്ലെ. ഇപ്പം പ്ലസ് ഒന്നും മൈനസ് ഒന്നും രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ, പ്ലസ് മൈനസ് രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്, ഇതാണ് ഒരു ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ബൈ കൺവെൻഷൻ ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നിന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ് നമ്മൾ ആരോ വരയ്ക്കുക ബൈ കൺവെൻഷൻ. ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടാവുമായിരിക്കും. ബൈ കൺവെൻഷൻ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ബൈ കൺവെൻഷൻ ഇറ്റ് ഇസ് ഡെപിക്റ്റഡ് ബൈ എ സ്മോൾ ആരോ വിത്ത് ടെയിൽ ഓൺ ദ നെഗറ്റീവ് സെന്റർ ആൻഡ് ഹെഡ് പോയിന്റിംഗ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സെന്റർ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് ഓർത്തോളണം. കാരണം നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ HCl എഴുതി കഴിഞ്ഞാൽ അല്ലെ, HCl എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിയിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ക്രോസ് ആരോ ഇട്ടിട്ടാണ് വരയ്ക്കുക അല്ലെ. ക്രോസ് ആരോ
ഈ രീതിയിലാണ് കെമിസ്ട്രിയിൽ നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. നമുക്കറിയാം ഇതിന് ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഇതിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജും ആണുള്ളത്. പക്ഷെ കെമിസ്ട്രിയിൽ വരുമ്പോൾ ഈ ആരോയുടെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. കാരണം ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഈ ആരോ, ഇങ്ങനെ ആരോ വരയ്ക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഷിഫ്റ്റ് ആണ്. ഷിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി. അത് നമുക്കറിയാം ഒരു നോൺ പോളാർ ബോണ്ടിനകത്ത് ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ക്ലോറിൻ ആയിരിക്കും ആ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കുന്നത്. അതിനുള്ള എബിലിറ്റി കൂടുതൽ ക്ലോറിൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്ലോറിൻ ആയിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അതിലേക്ക് വലിക്കുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ അതിൻ്റെ അടുത്ത് വലിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോറിന്റെ അടുത്തേക്ക് ആരോടെ ഹെഡ് വരയ്ക്കുന്നത്. ക്രോസ് നമ്മൾ എച്ചിന്റെ അടുത്തും, അതായത് പോസിറ്റീവ് ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിന്റെ അടുത്താണ് നമ്മൾ ആ ക്രോസ് വരയ്ക്കുന്നത്. അതേപോലെ ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിന്റെ അടുത്താണ് നമ്മൾ ആ ഹെഡ് വരയ്ക്കുന്നത്. അപ്പോൾ ഫിസിക്സ് നമ്മൾ കൺവെൻഷണൽ അപ്രോച്ച് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയറക്ഷൻ വരുന്നത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡയറക്ഷൻ അതിൽ കാണിക്കുന്നത്. പക്ഷെ ബൈ കൺവെൻഷൻ നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം നെഗറ്റീവ് ചാർജ്, ആരോ സ്റ്റാർട്ട്സ് ഫ്രം നെഗറ്റീവ് ചാർജ് ആൻഡ് ഹെഡ് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ്. ബൈ കൺവെൻഷൻ അതാണ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ബൈ കൺവെൻഷൻ ഇറ്റ് ഇസ് ഡെപിക്റ്റഡ് ബൈ എ സ്മോൾ ആരോ വിത്ത് ടെയിൽ ഓൺ ദ നെഗറ്റീവ് സെന്റർ. Yes, and head pointing towards positive center. Correct statement ആണ്. Statement 2 ലേക്ക് വന്നു കഴിഞ്ഞാൽ the crossed arrow എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന ആരോ ആണ്, of the dipole moment symbolizes the direction of the shift of charges in the molecule. ഇത് തെറ്റാണ്. ചാർജിന്റെ ഷിഫ്റ്റ് അല്ല കാണിക്കുന്നത്, ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത് അല്ലെ. കാരണം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണമാണ് നമുക്കൊരു മോളിക്യൂളിനകത്ത് എന്തുണ്ടാവുന്നത്, ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഷിഫ്റ്റ് ആണ് നമ്മൾ ഈ ആരോ വെച്ചിട്ട് കാണിക്കുന്നത്, ചാർജിന്റെ ഷിഫ്റ്റ് അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മോളിക്യൂളുകളിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഷിഫ്റ്റ് ആണ് ആരോ കാണിക്കുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 is correct and statement 2 is incorrect. So statement 1 is correct but statement 2 is incorrect. So the correct answer is option 4. Option 4 ആണ് ഇതിന്റെ correct answer. അടുത്ത question. Again assertion reason ആണ്. Assertion butylated hydroxyl anisole when added to butter increases its shelf life. കറക്റ്റ് ആണ്. ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഈ ബ്യൂട്ടിലേറ്റഡ് അനിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ അണ്ടർഗോ ഹൈ ഓക്സിഡേഷൻ ആൻഡ് ദ ബട്ടർ വിൽ നോട്ട് ബി അഫക്റ്റഡ്. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അത് ഓക്സിഡൈസ് ചെയ്യും, ബട്ടർ സേഫ് ആയിട്ടിരിക്കും. So this is correct. Butylated hydroxyl anisole when added to butter increases its shelf life. Reason: butylated hydroxyl anisole is more reactive towards oxygen than food. Correct ആണ്. So both A and R are correct and R is the correct explanation of A. So the correct answer is option 1. 37th answer option 1. അടുത്ത ക്വസ്റ്റ്യൻ എൻവയോൺമെന്റൽ കെമിസ്ട്രി പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അമോണിയം സോൾട്ട്സ് പ്രൊഡ്യൂസ് ഹെയ്സ് ഇൻ അറ്റ്മോസ്ഫിയർ. കറക്റ്റ് ആണ്. അമോണിയം സോൾട്ട് ആണ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമോണിയം സോൾട്ടുകളാണ്. കറക്റ്റ് ആണ്. രണ്ടാമത് ഓസോൺ ഗെറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വെൻ അറ്റ്മോസ്ഫിയർ ഓക്സിജൻ റിയാക്ട് വിത്ത് ക്ലോറിൻ റാഡിക്കൽ. നോ ozone is produced by the reaction of O2 molecule with oxygen atom, not with chlorine radical. Actually ozone destroy ചെയ്യുന്ന ആളാണ് ക്ലോറിൻ റാഡിക്കൽ. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. So this statement is wrong. See, polychlorinated biphenyls act as cleansing solvent. കറക്റ്റ് ആണ്. polychlorinated biphenyls act as cleansing solvents. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെന്റൻസ് NCERT തന്നിട്ടുണ്ട്. Option D, blue baby syndrome occurs due to the presence of excess of sulfate ion. Sulfate ion അല്ല, blue baby syndrome കാരണം it is nitrate ion. Nitrate ion blue baby syndrome കാരണം, not sulfate ion. So this statement is also wrong. അല്ലെ, അപ്പൊ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എയും സിയും ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. എ ആൻഡ് സി ഓൺലി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് സി ഓൺലി ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ബേസസ് തന്നിട്ടുണ്ട് ഇവിടെ. അവരുടെ PKB വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ബേസിക് സ്ട്രെങ്ത്തും PKB വാല്യൂയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. നമുക്കറിയാം ബേസിക് സ്ട്രെങ്ത് കൂടുമ്പോൾ PKB വാല്യൂ കുറയും, അല്ലെങ്കിൽ ലോ PKB വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മോർ ബേസിക് ആയിരിക്കും അല്ലെ. ബേസിക് സ്ട്രെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു PKB. ബേസിക് സ്ട്രെങ്ത് ഈസ് ഇൻവേഴ്സ് ലോവർ വാല്യൂ ഓഫ് PKB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോങ്ങർ ബേസ് ആയിരിക്കും. ഓക്കെ, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. നമുക്ക് തന്നേക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യം അനിലീൻ ആണ് തന്നേക്കുന്നത്. ഇതാണ് അനിലീൻ, എ അനിലീൻ ആണ്. പിന്നെ തന്നേക്കുന്നത് ബി എത്തനമീൻ ആണ്. എത്തനമീൻ ഈസ് എ പ്രൈമറി അമീൻ അല്ലെ, CH3 CH2 NH2. ഇതാണ് എത്തനമീൻ. N ethyl ethanamine. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ethyl ethanamine. ഇതാണ് C, N ethyl ethanamine. Option D is NN diethyl ethanamine. NN diethyl ethanamine. NN diethyl ethanamine is a tertiary amine. So this is NN diethyl ethanamine. So ഇവിടെ this is a primary amine, this is a secondary amine, this is a tertiary amine, and this is an aromatic amine. നമുക്കറിയാം aromatic amines are least basic അല്ലെ. aromatic amine ആണ് ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ബേസിക് സ്ട്രെങ്ത് ആദ്യം കമ്പയർ ചെയ്യാം. ഈ തന്നതിൽ ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് അനിലീൻ ആയിരിക്കും. ബേസിക് സ്ട്രെങ്ത് ബേസിക് സ്ട്രെങ്ത് ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് അനിലീൻ ആണ് അല്ലെ. അനിലീൻ ആണ് ഏറ്റവും ലീസ്റ്റ് ബേസിക്. ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവ് അനിലീൻ ആയിരിക്കും. പിന്നെ തന്നേക്കുന്ന പിന്നെ നമുക്ക് പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻ തന്നിട്ടുണ്ട്. ഏറ്റവും സ്ട്രോങ് ബേസ് ഇതിൽ സെക്കൻഡറി അമീൻ ആയിരിക്കും അല്ലെ. സെക്കൻഡറി അമീൻ ആണ് ഏറ്റവും സ്ട്രോങ് ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ സെക്കൻഡറി അമീൻ ആണ്. പിന്നെ നമുക്കറിയാം ടെർഷറി ആണ് ഇവിടെ വരിക, പിന്നെ പ്രൈമറി അമീൻ. അതായത് നമുക്കിപ്പം എ ബി ആയിരിക്കും ഇവിടെ വരിക അല്ലെ. എ ബി പിന്നെ ടെർഷറി ഡി ആണ്, പിന്നെ സി. അപ്പൊ ഇതാണ് ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ. ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഏറ്റവും ലീസ്റ്റ് ബേസിക് എയും ഏറ്റവും സ്ട്രോങ് ബേസ് സിയും ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്തേക്കാം. അപ്പൊ ഏറ്റവും ലീസ്റ്റ് ബേസിക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PKB വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും ഉണ്ടാവുക? എക്കായിരിക്കും ഉണ്ടാവുക അല്ലെ. PKB വാല്യൂ ഏറ്റവും കൂടിയ വാല്യൂ ഇവിടെ തന്നേക്കുന്നത് 9.38 ആണ്. 9.38 ഉള്ളത് എക്കായിരിക്കും, കാരണം അതാണ് ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഇനി വരുന്നത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ 3 ആണ് പറഞ്ഞൊക്കെ. അപ്പൊ അത് ഏറ്റവും സ്ട്രോങ് ബേസിന്റെ വാല്യൂ ആയിരിക്കും അത് 3 അല്ലെ. അപ്പൊ അത് ആർക്കായിരിക്കും? എത്തനമീനായിരിക്കും 3 വരെ അല്ലെ. എത്തനമീൻ ആയിരിക്കും 3 വരെ. അപ്പോ എത്തനമീന്റെ വാല്യൂ ആണ് 3. പിന്നത്തെ ചെറിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.25 ആണ്. 3.25 പിന്നെ 3.29 അല്ലെ. അപ്പൊ ഇതാണ് ഡിക്രീസിങ് PKB വാല്യൂയുടെ ഡിക്രീസിങ് ഓർഡർ. അപ്പൊ എങ്ങനെയായിരിക്കും അത് മാച്ച് ചെയ്യാം? എയുമായിട്ട് മാച്ച് ചെയ്യുന്നത് 9.38 എ 3 ആയിരിക്കും. അതേപോലെ ബി 3.29 ആണ്. 3 അതായത് 4. ഡി 3.25 1. പിന്നെ സി 3 2. Okay, so A3 B4 D1 C2. Okay, A3 വരുന്നത് മൂന്നിനും A3 ആണ് വന്നേക്കുന്നത്. B4 ഇവിടെ വരുന്നുണ്ട്. പിന്നെ C2 സിക്ക് 2 വരുന്നുണ്ട്, ഡിക്ക് 1 വരുന്നുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. എയുമായിട്ട് മാച്ച് ചെയ്യുന്ന 3, ബിയുമായിട്ട് 4, C2 D1. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ബേസിക്കലി ഇത് ബേസിക് സ്ട്രെങ്ത്തും PKB വാല്യൂയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. വി നോ ദാറ്റ് ബേസിക് സ്ട്രെങ്ത് ഹയർ ദ വാല്യൂ ഓഫ് PKB, ലോവർ ഇസ് ദ ബേസിക് സ്ട്രെങ്ത്, ഓർ സ്ട്രോങ്ങർ ഇസ് ദ ബേസ്, ലോവർ വിൽ ബി ദ വാല്യൂ ഓഫ് PKB.
നമുക്ക് തന്നിരിക്കുന്ന അനിലിൻ എത്തനമീൻ, എനീഥൈൽ എത്തനമീൻ, NN ഡൈമീഥൈൽ എത്തനമീൻ ഇവരാണ്. അനിലിൻ ഇസ് എൻ അരോമാറ്റിക് അമീൻ, ലീസ്റ്റ് ബേസിക് ആയിരിക്കും. ഹയസ്റ്റ് ഇതിലെ ഹയസ്റ്റ് വാല്യൂ ഓഫ് PKB പോകുന്നത് അനിലിൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് A3യുമായിട്ട് മാച്ച് ചെയ്യുന്നത്. ഇനി അതേസമയം ഇതിൽ ഏറ്റവും സ്ട്രോങ് ബേസ് ആയിട്ടുള്ളത് സെക്കൻഡറി അമീനായ N-ഈഥൈൽ അമീൻ ആയിരിക്കും. അപ്പൊ അതിന്റെ PKB വാല്യൂ ആയിരിക്കും മിനിമം വരിക. അപ്പൊ ഇതിലെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, അതായത് വാല്യൂ 3. അപ്പോൾ സി മാച്ച് ചെയ്യുന്നത് 2 ആയിട്ടായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് മെറ്റൽസ് ഇസ് ദ വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്? അപ്പൊ ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇത് ആൽക്കലി മെറ്റൽസ് ആണ് അല്ലെ. റെഡ്യൂസിങ് ഏജന്റ് സൊല്യൂഷൻ സ്റ്റേറ്റിലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. സോ ബേസിക്കലി അത് സോഡിയം ആയിരിക്കും. സോഡിയമാണ്. കാരണം സോഡിയത്തിന്റെ ഓക്സിഡൈസിങ് എന്താ പറയുക ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് ഇതിൽ ഏറ്റവും കുറവ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സോഡിയമാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ശ്രദ്ധിക്കണം, സൊല്യൂഷൻ സ്റ്റേറ്റിലാണ് റെഡ്യൂസിങ് ഏജന്റ് എന്നാ ചോദിച്ചെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ്, അപ്പൊ സൊല്യൂഷൻ ഫേസിലായിരിക്കും റിയാക്ഷൻ വരിക. അപ്പൊ അത് സോഡിയമാണ്. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഥിയം ആയിരിക്കും. കാരണം ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമ്മൾ സൈസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അയണൈസേഷൻ എനർജി മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത് ലിഥിയത്തിനാണ്. അപ്പൊ അതുകൊണ്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ഓക്സിഡൈസിങ് പവർ ഏറ്റവും അല്ലെങ്കിൽ റെഡ്യൂസിങ് പവർ ഏറ്റവും കുറവ് ലിഥിയത്തിനായിരിക്കും. പക്ഷെ സൊല്യൂഷൻ ഫേസിൽ വരുമ്പം അത് സോഡിയം ആയിരിക്കും. കാരണം സൊല്യൂഷൻ ഫേസിലേക്ക് വരുമ്പോൾ ലിഥിയം അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അയോൺ ആണ്. അതിന്റെ ഹൈഡ്രേഷൻ എനർജി കൂടുതലായതുകൊണ്ട് അതിന്റെ റെഡ്യൂസിങ് പവർ സോഡിയത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഏറ്റവും കുറവ് റെഡ്യൂസിങ് പവർ വരുന്നത് ബേസിക്കലി സോഡിയത്തിനാണ് in solution state. Okay, അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്തത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, അതായത് റിയാക്ഷൻ മെക്കാനിസം ചാപ്റ്ററിലെ ഐസോമറിസം ബേസിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് തന്നേക്കുന്നത് ആദ്യത്തെ ഒരു ലിസ്റ്റിൽ കുറച്ച് മോളിക്യൂൾസ് തന്ന് 2 മോളിക്യൂൾസ് നമ്മൾ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ വന്ന് പറഞ്ഞേക്കുന്നത് പ്രൊപ്പനമീൻ ആൻഡ് N-മീഥൈൽ എത്തനമീൻ ആണ്. അപ്പൊ പ്രൊപ്പനമീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 കാർബൺ ഉള്ള അമീൻ, CH3 CH2 CH2 NH2 അല്ലെ. ഇതാണ് പ്രൊപ്പനമീൻ. CH3 CH2 CH2 NH2 ആൻഡ് N-മീഥൈൽ എത്തനമീൻ. N-മീഥൈൽ എത്തനമീന്റെ സ്ട്രക്ചർ വരുന്നത് CH3 CH2 NH CH3. അപ്പൊ ഇതാണ് N-മീഥൈൽ എത്തനമീൻ. സോ ദിസ് ഇസ് എ പ്രൈമറി അമീൻ and this is a secondary amine, and they are considered as functional isomers. They are 2 different functional groups, so they are considered as functional isomers. So ഇതുവരെയ്ക്ക് മാച്ച് ചെയ്യുന്നത് എക്ക് മാച്ച് ചെയ്യുന്നത് 3 ആണ്. A match with 3 because they are functional isomers. രണ്ടാമത്തെ ഹെക്സാൻ 2 on and ഹെക്സാൻ 3 on. ഹെക്സാൻ 3 on എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 CH2 1 2 3 4 5 6. This is hexane 2 on and hexane 3 on. CH3 CH2 1 2 3 4 5 6. So this is hexane 3 on. Okay, hexane 2 on and hexane 3 on. അപ്പൊ ഈ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കീറ്റോ ഗ്രൂപ്പിന്റെ 2 അറ്റത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം CH3 ഗ്രൂപ്പും ഒരെണ്ണം N-ബ്യൂട്ടൈൽ ഗ്രൂപ്പും ആണ് അല്ലെ. ഒരു CH3യും ഒരു N-ബ്യൂട്ടൈലുമാണ്. ഈ മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരറ്റത്ത് ഇഥൈൽ ഗ്രൂപ്പും മറ്റേ അറ്റത്ത് പ്രൊപ്പൈൽ ഗ്രൂപ്പുമാണ്. അപ്പൊ ഈ ഒരു ഡൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലെയും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ 2 കോമ്പൗണ്ടുകളിൽ ഡിഫറെന്റ് ആയിട്ട് വരികയാണ് ആൻഡ് സെയിം മോളിക്കുലാർ ഫോർമുല ആണെങ്കിൽ ദേ ആർ നോൺ ആസ് മെറ്റാമേഴ്സ്. അപ്പൊ ഇവർ രണ്ടുപേരും ബേസിക്കലി മെറ്റാമേഴ്സ് ആണ് അല്ലെ. അപ്പൊ ബി വന്നു കഴിഞ്ഞാൽ B1, they are metamers. Next is ethanamide and hydroxy ethanimine ആണ്. ethanamide is ethanoic ആസിഡിന്റെ അമൈഡ് ആണ് അല്ലെ. അപ്പൊ ഇതാണ് ethanamide, ethanoic ആസിഡിന്റെ അമൈഡ്. പിന്നെ പറഞ്ഞത് ഹൈഡ്രോക്സി എത്തനമീൻ ആണ്. അപ്പൊ ഹൈഡ്രോക്സി എത്തനമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 ഇവിടെ OH വരും, ഓക്കെ. ഇതാണ് ഹൈഡ്രോക്സി എത്തൻ ഇമീൻ. ഇതിനെയാണ് ഇമീൻ എന്ന് വിളിക്കും. എത്തനിമീൻ, ഹൈഡ്രോക്സി എത്തനിമീൻ ആണ്. സോ ബേസിക്കലി ദീസ് ആർ
ടോട്ടോമേഴ്സ് അല്ലെ. ഈ ഒരു ഹൈഡ്രജൻ ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. സോ ദേ ആർ ബേസിക്കലി ടോട്ടോമേഴ്സ്. സോ എത്തനമൈഡ് ആൻഡ് ഹൈഡ്രോക്സി എത്തനിമീൻ ആർ ടോട്ടോമേഴ്സ് അല്ലെ. ഇവിടുന്ന് ഈ ഹൈഡ്രജൻ ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇവിടുത്തെ സിംഗിൾ ബോണ്ട് ആവും, ഇത് ഡബിൾ ബോണ്ട് ആവും അല്ലെ. നമ്മൾ കാണിക്കുന്നതാണ്. കാണിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണേ ഇവിടെ ഒരു ഹൈഡ്രജനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഇത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് വരും. അപ്പൊ ഈ ഹൈഡ്രജൻ ഇവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ടോട്ടോമറിസം. നെക്സ്റ്റ് ഈസ് ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ. ദേ ആർ positional isomers അല്ലെ. ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ ആർ പൊസിഷണൽ ഐസോമേഴ്സ്. സോ D2. സോ A3 B1 C4 D2. So the correct answer is option 4. 41ാമത്തെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. ഇത് ആപ്ലിക്കേഷൻ പോളിമറിന്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യത്തെ തന്നേക്കുന്നത് ഗ്ലിപ്റ്റാൽ ആണ്. ഗ്ലിപ്റ്റാൽ is basically used for pains and all. So A will match with 3. എക്ക് മാച്ച് ചെയ്യുന്നത് 3 ആയിരിക്കും. Neoprene is used for the production of this gaskets. Acrylan wool ആണ്, wool അല്ലെ, synthetic wool ആണ് basically acrylan അല്ലെ. C2 LDP low density polythene ആണ്. They are used for making flexible pipes. Okay, so this is basically the matching. So A3 B4 C2 D1. So the correct answer is option 2. Option 2 ആയിരിക്കും ഇതിന്റെ correct answer. അടുത്തത് again ഒരു assertion based question ആണ്. Carbon forms two important oxides. നമുക്കറിയാം carbon monoxide and carbon dioxide. അതിൽ carbon monoxide neutral oxide ഉം carbon dioxide is an acidic oxide. So statement correct ആണ്. Carbon forms two oxides, two important oxides, carbon monoxide and carbon dioxide. Carbon monoxide is neutral whereas carbon dioxide is acidic in nature. Correct statement ആണ്. Reason തന്നേക്കുന്നത് carbon dioxide can combine with water in a form and form carbonic acid അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത കാർബോണിക് ആസിഡ് ഉണ്ടാകും. ബേസിക്കലി അതുകൊണ്ടാണ് അത് അസിഡിക് ആണെന്ന് പറയുന്നത് അല്ലെ. വൈൽ കാർബൺ മോണോക്സൈഡ് ഇസ് സ്പെയറിംഗ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. കാർബൺ മോണോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവത്തേ ഉള്ളൂ അല്ലെ, അത് ആസിഡ് ഒന്നും ഫോം ചെയ്യത്തില്ല. അത് തന്നെയാണ് റീസൺ. അതുകൊണ്ടാണ് അതിനെ ന്യൂട്രൽ ഓക്സൈഡ് എന്ന് വിളിക്കുന്നത്, അത് വെള്ളത്തിൽ സോല്യൂബിൾ ആയതുകൊണ്ട്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് കാർബോണിക് ആസിഡ്. സോ റീസൺ ഈസ് ഓൾസോ കറക്റ്റ് ആൻഡ് റീസൺ ആക്ച്വലി എക്സ്പ്ലെയിൻ ദ അസേർഷൻ. സോ ബോത്ത് A and R are correct and R is the correct explanation of A. So the correct answer for the question is option 2. Option 2 ആയിരിക്കും ഇതിന്റെ correct answer. അടുത്ത question. Potassium dichromate act as strong oxidizing agent in acidic solution. During this process, the oxidation state changes from. So potassium dichromate K2Cr2O7. Right? This is potassium dichromate, and it is acting as an oxidizing agent in acidic solution. So that will get reduced. അല്ലെ, അത് reduced ആയിട്ട് എന്തായിട്ട് മാറും? Cr3+ ആയിട്ടാണ് മാറുന്നത്. Okay, so potassium dichromate, when it is acting as an oxidizing agent, chromium get reduced to Cr3+. So this is basically the conversion. So ഇവിടെ oxidation state changes from എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇതിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ് അല്ലെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6, ഇവിടെ +3ലേക്കാണ് പോകുന്നത്. സോ +6 to +3. Yes, +6 to +3. So the correct answer is option 2. Option 2 ആയിരിക്കും ഇതിന്റെ correct answer. അടുത്ത question. When the hydrogen ion concentration H+ changes by a factor of 1000 the value of pH of the solution. Okay, H+ ന്റെ concentration 1000 times ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ pH ന്റെ വാല്യൂലുള്ള ചേഞ്ച് 3 times ആയിരിക്കും. കാരണം നമുക്കറിയാം pH is equal to minus log concentration of H+ ആണ് അല്ലെ. മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. അത് ചേഞ്ചസ് ബൈ എ ഫാക്ടർ ഓഫ് 10,000 ആവുകയാണെങ്കിൽ സേ ഇതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വെച്ചോ. അപ്പൊ pH1 എന്ന് പറയും. അപ്പൊ pH2 മൈനസ് ലോഗ് അത് 10,000 ടൈംസ് ആവുക ചെയ്യുന്നത് അല്ലെ. 1000 ടൈംസ് ആവുകയാണെന്ന് പറഞ്ഞാൽ അല്ലെ. 10⁻³ ടൈംസ്. അങ്ങനെയാണെങ്കിൽ എന്താവും? -3 log കോൺസെൻട്രേഷൻ ഓഫ് H+ ആവൂലേ.
മൈനസ്. അപ്പോൾ പി എച്ചിൽ എത്ര ടൈംസിൽ ഡിഫറൻസ് വരും? ത്രീ ടൈംസ് മാത്രമേ പി എച്ചിൽ അല്ലെങ്കിൽ 3 യൂണിറ്റിലുള്ള ഡിഫറൻസ് മാത്രമേ പി എച്ചിൽ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ഡിക്രീസസ് ബൈ 3 യൂണിറ്റ്, ചേഞ്ചസ് ബൈ 3 യൂണിറ്റ്. ബേസിക്കലി ഇതിൽ ഇൻക്രീസ് ആണോ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. 3 യൂണിറ്റിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 2 മാത്രമേ വരുള്ളൂ, ഡിക്രീസസ് ബൈ 3 യൂണിറ്റ് അല്ലെ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് 1000 ടൈംസ് കൂടുകയാണെങ്കിൽ പി എച്ച് 3 യൂണിറ്റ്സ് കുറയും അല്ലെ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഇസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് കുറച്ച് കോർഡിനേഷൻ കോംപ്ലക്സസ് തന്നിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ കുറച്ച് ലാംഡ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ഇൻ നാനോമീറ്റർ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ചോദിക്കുക ഈ എക്സാക്ട് വാല്യൂ ഒരു കോംപ്ലക്സിന്റെ ലാംഡ നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് കുറെ കോംപ്ലക്സുകൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ആയിട്ട് വാല്യൂസ് മാച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലിഗാൻഡ്സ് സ്പ്ലിറ്റിംഗ് എബിലിറ്റി. ലിഗാൻഡിന്റെ സ്പ്ലിറ്റിംഗ് എബിലിറ്റി ബേസ് ചെയ്തിട്ട് നമുക്കത് പറയാൻ പറ്റും. അപ്പൊ ലിഗാൻഡ് കാരണമാണ് ഈ 5 ഡി ഓർബിറ്റലുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സെറ്റ് ആയിട്ട് മാറുന്നത് അല്ലെ. T2G and EG സെറ്റ് ആയിട്ട് മാറുന്നു. ബേസിക്കലി ഈ ഡിഫറൻസ് ലിഗാൻഡിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൽറ്റ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടും അല്ലെ. ലിഗാൻഡിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടും. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കൂടുമ്പോൾ വേവ് ലെങ്ത് എന്തായിരിക്കും? വേവ് ലെങ്ത് കുറയും, ലാംഡ വിൽ ഡിക്രീസ്. അപ്പൊ ഏറ്റവും സ്ട്രോങ് ലിഗാൻഡ് ഈ തന്നേക്കുന്നതിൽ നമുക്കിപ്പം 3 ടൈപ്പ് ലിഗാൻഡുകളാണ് തന്നേക്കുന്നത്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ലിഗാൻഡ് സൈനോ ലിഗാൻഡ് ആണ് അല്ലെ. സൈനോ ലിഗാൻഡ് ആണ്. അപ്പൊ സൈനോ ലിഗാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് എന്തായിരിക്കും? സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ CFSE കൂടും, ലാംഡ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഏറ്റവും കുറവ് ലാംഡ വാല്യൂ വരുന്നത് സൈനോ ലിഗാൻഡ്. ഇതിൽ വരുമ്പോൾ സൈനോ ലിഗാൻഡ് വരുമ്പോഴാണ്. അപ്പൊ ഏറ്റവും കുറവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലെ. അപ്പൊ CO ആയിട്ട് മാച്ച് ചെയ്യുന്ന ആരായിരിക്കും? 1 ആയിരിക്കും. ഇനി തന്നിരിക്കുന്നത് വേറെ 2 ലിഗാൻഡുകൾ, ഒന്ന് അമോണിയയും ഒന്ന് വാട്ടറുമാണ്. വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമോണിയ സ്ട്രോങ്ങർ ലിഗാൻഡ് ആണ് അല്ലെ, നൈട്രോജൻ കണ്ടെയ്നിങ് ലിഗാൻഡ്. അമോണിയ കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ലിഗാൻഡ് ആണ് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 അമോണിയ മോളിക്യൂൾസ് വരുമ്പോൾ സ്പ്ലിറ്റിംഗ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വേവ് ലെങ്ത് കുറച്ച് കുറവായിരിക്കും അല്ലെ. അപ്പൊ അടുത്ത ലോ വാല്യൂ ഓഫ് വേവ് ലെങ്ത് വരുന്നത് കോംപ്ലക്സ് ബിക്കായിരിക്കും അല്ലെ. ബി 475 ആണ്. അപ്പോൾ ബിക്ക് മാച്ച് ചെയ്യുന്നത് 2 ആയിരിക്കും. ഇനി 5 അമോണിയ ഉള്ള കോംപ്ലക്സ് ആണ്. അപ്പൊ അതിനായിരിക്കും അടുത്ത കുറഞ്ഞ വാല്യൂ വരുന്നത്. സോ ഇത് 3 ആയിരിക്കും അല്ലെ. അപ്പൊ എക്ക് 3 ആയിരിക്കും. ഇനി ഏറ്റവും വീക്ക് ലിഗാൻഡ് ഇതിൽ തന്നേക്കുന്നത് വെച്ച് ഏറ്റവും വീക്ക് ലിഗാൻഡ് വാട്ടർ ആണ്. അപ്പൊ സ്പ്ലിറ്റിംഗ് വളരെ കുറവായിരിക്കും. മാത്രമല്ല അത് 4 ലിഗാൻഡ് മാത്രമേ ഉള്ളൂ അല്ലെ. 4 ലിഗാൻഡ് മാത്രം ഉണ്ടാകുമ്പോൾ സ്പ്ലിറ്റിംഗ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പൊ സ്പ്ലിറ്റിംഗ് കുറവാണെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി കുറവായിരിക്കും, വേവ് ലെങ്ത് കൂടുതലായിരിക്കും അല്ലെ. വേവ് ലെങ്ത് കൂടുതൽ ഏറ്റവും തന്നേക്കുന്നത് 600 നാനോമീറ്റർ ആണ്. അപ്പൊ ഡിയുമായിട്ട് മാച്ച് ചെയ്യുന്നത് 4 ആയിരിക്കും. അപ്പൊ A3 ഓക്കെ, A3 B2 C1 D4. So the correct answer is option 2. 46ാമത്തെ ആൻസർ ഓപ്ഷൻ 2. അടുത്തത് ഫൈൻഡ് ദ മേജർ പ്രോഡക്റ്റ് ഫ്രം ദ ഫോളോയിങ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് OH ആണ്, ആൽക്കഹോൾ ആണ്. റിയേജന്റ് തന്നിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് ഹീറ്റിംഗ് ആണ് അല്ലെ. കോൺസെൻട്രേറ്റഡ് H2SO4 ഇസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. അഗെയിൻ ഹീറ്റ് ഉണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റ് എലിമിനേഷൻ റിയാക്ഷൻ ഒക്കെ. അപ്പൊ ഇത് എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ്. നമുക്ക് നോക്കാം എന്ത് പ്രൊഡക്റ്റ് ആണ് തരുന്നതെന്ന്. അപ്പൊ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സബ്സ്ട്രേറ്റ് എഴുതുക. ഇതാണ് സബ്സ്ട്രേറ്റ്, ഇതാണ് ഈറ്റിംഗ് വിത്ത് ആസിഡ് ആണ് H+ അല്ലെ. അപ്പോൾ നമുക്കറിയാം ഡീഹൈഡ്രേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറ്റ് വിൽ ഗെറ്റ് പ്രോട്ടോണേറ്റഡ് അല്ലെ. അത് പ്രോട്ടോണേറ്റഡ് ആവും. അത് പ്രോട്ടോണേറ്റഡ് ആവുമ്പോൾ ഇത് കിട്ടും. എന്നിട്ട് ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും, -H2O നടന്നിട്ട് വി ഗെറ്റ് കാർബോകാറ്റയോൺ. ഇവിടെ ഒരു കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. whenever a carbocation is formed as an intermediate, think about rearrangement. ഓക്കെ, ഇവിടെ റീഅറേഞ്ച്മെന്റ് നടന്നു കഴിഞ്ഞാൽ
മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ തരാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്കറിയാം ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇവിടുന്ന് 1,2 മീത്തൈൽ ഷിഫ്റ്റ് ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ, ഓക്കെ, 1,2 മീത്തൈൽ ഷിഫ്റ്റ് നടക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും ആൻഡ് യു വിൽ ഗെറ്റ് എ ടെർഷറി കാർബോകാറ്റയോൺ അല്ലേ. സോ ദിസ് ഇസ് സെക്കൻഡറി കാർബോകാറ്റയോൺ, ദിസ് ഇസ് എ ടെർഷറി കാർബോകാറ്റയോൺ. അപ്പോൾ ഇവിടെ 1,2 മീത്തൈൽ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബീറ്റ പൊസിഷനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ H+ ആയിട്ട് പുറത്തേക്ക് പോകും അല്ലെ. എന്നിട്ട് എന്താവും, ഈ കാർബണിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ. ഇതും അങ്ങനെ ഉണ്ടാവും, ഇതും അങ്ങനെ. ഈ പൊസിഷൻ ഹൈഡ്രജൻ ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. അപ്പൊ ഓപ്ഷൻ 1 ആയിരിക്കും ഇതിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 47 ആൻസർ ഇസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 47 ആൻസർ ഇസ് ഓപ്ഷൻ 1. അഗെയിൻ ഓർഗാനിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എ ഇൻ ദ ഗിവൺ റിയാക്ഷൻ ഇസ്, എ കണ്ടുപിടിക്കണം. അപ്പൊ റിയാക്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആൽഡിഹൈഡ് ആണ്. ഇവിടെ ബേസിക്കലി ഒരു ആസിഡും ഉണ്ട് ആൽക്കഹോളും ഉണ്ട്. സോ ആൽഡിഹൈഡും ആസിഡും തമ്മിൽ അങ്ങനെ റിയാക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്കറിയാം ആൽഡിഹൈഡും ആൽക്കഹോളും വന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കും. എന്നിട്ട് നമുക്ക് അതിൽ ഒരു ഹെമി അസെറ്റാൽ ഫോം ചെയ്യും അല്ലെ. ഹെമി അസെറ്റാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന ഹെമി അസെറ്റാൽ ആണ്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് H+ എന്ന് പറഞ്ഞ ആസിഡ് മീഡിയത്തിലുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഹെമി അസെറ്റാൽ ഫോർമേഷൻ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ആ ഹെമി അസെറ്റാലിന്റെ ഫോർമേഷൻ നടക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് തന്നേക്കുന്ന ആൽഡിഹൈഡ് നമുക്ക് എഴുതാം. ഇതാണ് ആൽഡിഹൈഡ് തന്നേക്കുന്നത്. H+ന്റെ പ്രസൻസിൽ അല്ലെ, H+ന്റെ പ്രസൻസിൽ ഇത് H+നെ എടുക്കുമല്ലോ അല്ലെ. ഇതിന് H+നെ എടുക്കുമ്പോൾ ഈ ഹൈഡ്രജന്റെ മുകളിൽ എന്താവും, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവും അല്ലെ. അപ്പൊ ഈ ഹൈഡ്രജൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവുമ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഈ കാർബണിന്റെ മുകളിൽ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും അല്ലെ. അപ്പോഴാണ് നമ്മളുടെ ആര് വരുന്നത്, ഇവിടുത്തെ ആൽക്കഹോൾ വരുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ആൽക്കഹോൾ ഇങ്ങോട്ട്. ഇവിടുത്തെ ആൽക്കഹോളില് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ ഈ ലോൺ പെയർ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. നോക്കാം. അപ്പൊ റിയാക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ് H+നെ എടുക്കും. അപ്പൊ ആൽഡിഹൈഡിലെ ഓക്സിജൻ ഈ H+ഉമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഈ ഓക്സിജനിലെ പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്സിജന്റെ മുകളിൽ വരും. അപ്പൊ അങ്ങനെ ഈ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് വിൽ ഇൻക്രീസ്. അപ്പൊ ആ പോസിറ്റീവ് ചാർജ് കൂടുന്നത് കൊണ്ട് ആൽക്കഹോളിലെ ഓക്സിജന്റെ മുകളിലത്തെ ലോൺ പെയർ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഇതാണ് ഇതിലെ ആദ്യം നടക്കുന്ന സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പൊസിഷൻ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇവിടെ OH ഉണ്ട് അല്ലെ. ഈ ഓക്സിജൻ H-ഉമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഓക്സിജന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആ പോസിറ്റീവ് ചാർജ് സിംഗിൾ ബോണ്ടായി. ഇവിടെ ഇനി ആര് വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യും? ഇവിടെ വന്നിട്ട് ഈ ഹൈഡ്രജൻ നമ്മൾ കാണിക്കുന്നില്ല അല്ലെ. ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഇതാണ് ഈ കാർബൺ അല്ലെ. ഈ കാർബൺ ഇതിലെ ഹൈഡ്രജൻ നമ്മൾ കാണിക്കുന്നില്ല. ഹൈഡ്രജൻ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് OH ആയി. ഇനി ഈ കാർബണുമായിട്ട് ആരാണ് ബോണ്ട് ഫോം ചെയ്യാൻ വരുന്നത്? ഇവിടുന്ന് ഒരു ഓക്സിജൻ ആണ് അല്ലെ. ആ ഓക്സിജന്റെ മുകളിൽ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. പിന്നെ ആ ഓക്സിജൻ ഇസ് കണക്റ്റഡ് ടു ദിസ് കാർബൺ. ആ കാർബണിന്റെ മുകളിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം ഇവിടുന്ന് ഇത് സ്റ്റെബിലൈസ്ഡ് ആവുക എന്നുള്ളതാണ് അല്ലെ. ഇത് ഇവിടുന്ന് സ്റ്റെബിലൈസ്ഡ് ആവുക. അവിടെ നിന്ന് ഒരു H+ പുറത്തേക്ക്. അല്ലെ. ഇതാണ് നമുക്ക് കിട്ടുന്ന അടുത്ത സ്റ്റെപ്പിൽ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കറിയാം ഇവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ H+ ഉണ്ട്. ഇവിടെ നിന്ന് പോയ H+ ഉണ്ട്. അപ്പൊ ഒരു കാർബോക്സിലിക് ആസിഡ്
ഒരു ആൽക്കഹോളും in the presence of H plus എന്ത് സംഭവിക്കും? അവിടെ എസ്ട്രിഫിക്കേഷൻ നടക്കും അല്ലെ. ഇന്റേണൽ എസ്ട്രിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലർ എസ്ട്രിഫിക്കേഷൻ ആണ് നടക്കുക. അപ്പൊ എസ്ട്രിഫിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എസ്റ്റർ കിട്ടും അല്ലെ. നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സൈക്ലിക് എസ്റ്റർ ആയിരിക്കും. അപ്പൊ അതായത് ഇവിടുന്ന് ഒരു H2O മോളിക്യൂള് പുറത്തേക്ക് പോകും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ O. ഓക്കെ, ഇവിടെ ഈ ഗ്രൂപ്പുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയുണ്ട്, ഇതും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ CO ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഓക്സിജൻ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ ഓക്സിജൻ കാർബണുമായിട്ട് ഒരു ബോണ്ട് ഫോം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ബേസിക്കലി ഇതിന്റെ രണ്ടറ്റത്തും ഓരോ ഓക്സിജൻസ് ഉണ്ട്. ഇതിന്റെ രണ്ടറ്റത്തും ഓരോ ഓക്സിജൻസ് ഉണ്ട്. പിന്നെ ഒരു ഓക്സിജന്റെ അടുത്ത് ഒരു C ഡബിൾ ബോണ്ട് O ഉണ്ട്, മറ്റേ ഓക്സിജന്റെ അടുത്ത് ഒരു ഡൈമീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ ആൻസർ ഫോർ 48th question is ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, the isomeric deuterated bromide with molecular formula C4H8DBr having 2 chiral carbon atoms. So basically ഇതൊരു ആൽക്കൈനില് ആൽക്കൈൽ ബ്രോമൈഡ് ആണ്. ഒരു ഡ്യൂട്ടീരിയത്തിന് പകരം ഒരു ഹൈഡ്രജൻ വരുന്നു, ഒരു ഹൈഡ്രജന് പകരം ഒരു ഡ്യൂട്ടീരിയം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി 4 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് അല്ലെ. അതിൽ നമുക്ക് വേണം 2 കൈറാൽ കാർബൺ വേണം അല്ലെ, 2 കൈറാൽ കാർബൺ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബ്രോമിനെ ഇവിടെ വെക്കാം, ഒരു ഡ്യൂട്ടീരിയത്തിന് ഇവിടെ വെക്കാം. ഒരു ബ്രോമിനെ അവിടെ വെക്കുന്നു, ഒരു ഡ്യൂട്ടീരിയത്തിന് അവിടെ വെക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു ബ്രോമിനെയും ഡ്യൂട്ടീരിയത്തിനും ഒരേ കാർബണിന്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും 2 കൈറാൽ കാർബൺ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു ഡ്യൂട്ടീരിയവും ബ്രോമിനും നടുക്കുള്ള 2 വ്യത്യസ്ത കാർബണിൽ വന്നാൽ മാത്രമേ നമുക്ക് 2 കൈറാൽ കാർബൺ കിട്ടത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം അല്ലെ. ഈ മോളിക്യൂൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ കാർബണിൽ 4 ഡിഫറെന്റ് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് കൈറാൽ. അതേപോലെ ഈ കാർബണിന്റെ മുകളിലും 4 ഡിഫറെന്റ് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കൈറാൽ അല്ലെ. അപ്പൊ ഈ 2 കാർബണും കൈറാലാണ്. അപ്പൊ ഇതിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനെ നെയിം ചെയ്യണം അല്ലെ. നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം. 1 2 3 4 അല്ലെ. നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കണം. സോ ദിസ് ഇസ് ബേസിക്കലി 2 ബ്രോമോ 3 ഡ്യൂട്ടിറോ ബ്യൂട്ടൈൻ അല്ലെ. 2 ബ്രോമോ 3 ബ്യൂട്ടിറോ ബ്യൂട്ടൈൻ ആണ്. 2 ബ്രോമോ 3 ഡ്യൂട്ടിറോ ബ്യൂട്ടൈൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. സോ 49ാമത്തെ ആൻസർ ഓപ്ഷൻ 3 ആ. അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ, എ ക്ലോറൈഡ് സാൾട്ട് സൊല്യൂഷൻ acidified with dilute HNO3 gives a curdy white precipitate A on addition of AgNO3. So obviously see Cl minus ആണ് അല്ലെ, ക്ലോറൈഡ് സോൾട്ട്. It is reacting with AgNO3 and a white precipitate. That means the product is AgCl. Okay, AgCl ആണ് ആ white precipitate എന്ന് പറയുന്നത്. So basically A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is AgCl. Okay, so this is our A. A is AgCl. On treatment with ammonium hydroxide, and this AgCl is soluble in ammonia solution അല്ലെ. അമോണിയ സൊല്യൂഷനിൽ soluble ആയിരിക്കും. അതിനുള്ള കാരണം എന്താണ്? കോംപ്ലക്സ് ഫോർമേഷൻ അല്ലെ. സോ ദിസ് AgCl on reaction with NH4OH. So basically it form a salt and the solubility increase ചെയ്യും due to complex formation അല്ലെ. നമ്മൾ അയണിക് ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ Ag ഇത് ഫോം ചെയ്യും അല്ലെ. ഒരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കാവുന്ന തരത്തിലുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് AgO+ഉമായിട്ട് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. അപ്പൊ ആ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുമ്പോൾ ഇറ്റ് സോലുബിലിറ്റി ഇൻക്രീസസ്. ബേസിക്കലി അമോണിയം ഹൈഡ്രോക്സൈഡിൽ എന്താവും? AgCl വിൽ ഗെറ്റ് ഡിസോൾവ്. പക്ഷേ AgCl ആക്ച്വലി വാട്ടറിൽ ഒരു സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ആണ്. പക്ഷെ അമോണിയ സൊല്യൂഷനിൽ സിൻസ് ഇറ്റ് ക്യാൻ ഏബിൾ ടു ഫോം കോംപ്ലക്സ്, ഇറ്റ് സോലുബിലിറ്റി വിൽ ഇൻക്രീസ്. ഓക്കെ, സോ ദിസ് ഇസ് ബി. ഇതാണ് ബി, കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. സോ A is AgCl and B is AgNH3 twice Cl. So basically the correct answer is option 3. Option 3 ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ ബി, ബേസിക്കലി ഇന്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്.
the number of given orbitals which have electron density along the axis. Along the axis electron density varuna orbit. Definitely px varum. Px along x axis aanu. Py varum. Py electron density along y axis. Pz varum. Electron density is along z axis. Dxy is an interaxial orbit. Electron density is between x and y axis. Dyz again is an interaxial orbital. Electron density is between y and z orbital. Xz is again an interaxial orbital. So these three are interaxial orbitals, right? So electron density is between the axes. Then dz square, yes, electron density is along z axis. Dx square minus y square, yes, electron density is along x and y axis. So the number of given orbitals which have electron density along the axis, answer is 5. 5 ഓർബിറ്റലുകൾക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി along in axis ആയിരിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി is along the axis. അടുത്തത് number of compounds giving red coloration with xeric ammonium nitrate. So red coloration with xeric ammonium nitrate, it is the characteristic test for alcohols. ആൽക്കഹോൾസിനാണ് ഈ xeric ammonium nitrate ആയിട്ട് റെഡ് കളറേഷൻ തരിക. സെക്കൻഡ് വൺ പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ് തരണം. അപ്പൊ അയോഡോഫോം ടെസ്റ്റ് തരണമെങ്കിൽ ഒന്നിക്കൽ ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കണം, മിഥൈൽ കീറ്റോൺ ഗ്രൂപ്പുകൾ ഉണ്ടാവണം. അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് വേണമെന്നില്ല, ഈ ഗ്രൂപ്പ് ആയാലും മതി അല്ലെ. കാരണം അയോഡോഫോം റിയാക്ഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is an oxidizing condition ആണ്. അപ്പോൾ ആ ഓക്സിഡൈസിങ് കണ്ടീഷനിൽ ദിസ് ആൽക്കഹോൾ വിൽ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ടു കീറ്റോൺ എന്നിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒന്നിക്കൽ ഈ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. നമുക്ക് സെറിക് അമോണിയം സൾഫേറ്റ് നൈട്രേറ്റ്, സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റും തരണം, അയോഡോഫോം ടെസ്റ്റും തരണം. ദിസ് ക്യാൻ ഫോം അയോഡോഫോം ടെസ്റ്റ്, മീഥൈൽ കീറ്റോൺ ഉണ്ട്, but it cannot form xeric ammonium nitrate. CAN ടെസ്റ്റ് തരാൻ പറ്റത്തില്ല. ഇതിന് അയോഡോഫോം തരാൻ പറ്റും, ബട്ട് CAN തരാൻ പറ്റത്തില്ല. ഇനി ഇതിന് OH ഗ്രൂപ്പ് ഉണ്ട്, സോ സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരാൻ പറ്റും. പിന്നെ CH3CHOH ആയതുകൊണ്ട് അയോഡോഫോം ടെസ്റ്റും തരാൻ പറ്റും. ഓക്കെ, ദിസ് വിൽ ഗിവ് ബോത്ത് സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് ആൻഡ് അയോഡോഫോം ടെസ്റ്റ്. കാരണം ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന് CH3CHOH, അപ്പൊ അതുകൊണ്ട് രണ്ട് ടെസ്റ്റ് തരാൻ പറ്റും. ഇതിന് അയോഡോഫോം ടെസ്റ്റ് തരാൻ പറ്റും, പക്ഷെ സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരാൻ പറ്റത്തില്ല. ഈ കോമ്പൗണ്ട് ഇതിന് OH ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരാൻ പറ്റും. പിന്നെ CH3CHOH ആയതുകൊണ്ട് ഇതിന് അയോഡോഫോം ടെസ്റ്റും തരാൻ പറ്റും. ദിസ് വോണ്ട് ഗിവ് ബോത്ത്, രണ്ടും തരില്ല, ഇതും തരില്ല. ഒരറ്റത്ത് OH ഗ്രൂപ്പ്, ഇത് സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരും, CAN ടെസ്റ്റ് തരും, സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരും, പക്ഷെ അയോഡോഫോം ടെസ്റ്റ് ഇത് തരത്തില്ല. ഓക്കെ, നമുക്ക് രണ്ടും തരുന്നതിനെ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദിസ് വിൽ ഗിവ് CAN, ബട്ട് സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരും, പക്ഷെ അയോഡോഫോം ടെസ്റ്റ് തരത്തില്ല. ദിസ് ഇസ് OH ഗ്രൂപ്പ് ഉണ്ട്, സെറിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് തരും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ CH3CHOH ആയതുകൊണ്ട് അത് അയോഡോഫോം ടെസ്റ്റും തരും, വിൽ ഗിവ് അയോഡോഫോം ടെസ്റ്റ് ഓൾസോ. അടുത്തത് OH ആണ്. ഇവിടെ ലാസ്റ്റിലത്തെ OH ഉണ്ട്, സെറിക് അമോണിയം നൈട്രേറ്റ് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CAN തരും. It will give CAN, but it won't give iodoform test അല്ലേ. നമുക്ക് എന്ത് വേണം? OH ആണെങ്കിൽ CH3CHOH വേണം. ഇവിടെ എന്താ ഉള്ളത്? CH3COH മാത്രമേ ഉള്ളൂ. ഇവിടെ ഹൈഡ്രോജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന് ഓക്സിഡൈസ്ഡ് ആയിട്ട് CO ആയിട്ട് മാറാൻ പറ്റത്തില്ല. സോ ദിസ് വോണ്ട് ഗിവ്. അപ്പൊ രണ്ട് ടെസ്റ്റും തരുന്ന 3 മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, ഇതും. സോ കറക്റ്റ് ആൻസർ ഇസ് 3. അപ്പൊ ഇതിന്റെ ആൻസർ 3 ആയിരിക്കും. Another question. The number of pairs of the solution having the same value of osmotic pressure from the following is. Osmotic pressure equal ആയിട്ടുള്ള നമുക്കറിയാം osmotic pressure ന്റെ ഫോർമുല is pi is equal to ICRT, where R is gas constant, T is temperature, C is molarity, and I is Van Hoff factor. 100% ionization ആണ്. If alpha is equal to 100, then I is equal to N. അതായത് ഒരു ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഒരു സൊല്യൂട്ട് എത്ര പാർട്ടിക്കിൾസ് ആയിട്ടാണോ ഡിസോസിയേറ്റ് ചെയ്യുന്നത് ആ പാർട്ടിക്കിളിന്റെ എണ്ണം തന്നെ ആയിരിക്കും I. അപ്പൊ ഇത് എത്തനോൾ ആണ്, ഇതിന്റെ I is equal to 1 ആണ് അല്ലെ. I 1 ആണ്, അത് ഡിസോസിയേറ്റ് ഒന്നും ചെയ്യത്തില്ല.
ഇതിന്റെ ഐ KBRന്റെ ഐ ഇസ് ഈക്വൽ ടു 2 അല്ലെ. ഐ 2 ആണ്, കാരണം അത് രണ്ട് അയോണുകളായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൈ എന്തായിരിക്കും? പൈ ഇസ് ഈക്വൽ ടു ഐ 1 into 0.5 RT which is equal to 0.5 RT അല്ലേ. രണ്ടാമത്തേതോ പൈ is equal to I is 2, concentration is 0.25, concentration is 0.25 RT, so 2 into 0.25 is 0.5 RT. 2 into 0.25 is 0.5 RT. So both have same osmotic pressure. It is 0.5 RT. So this is correct. രണ്ടിനും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണുള്ളത്. അടുത്ത ഓപ്ഷൻ ബിയിൽ വന്നു കഴിഞ്ഞാൽ ബിയിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഐ വാല്യൂ ഇറ്റ് വിൽ ഡിസോസിയേറ്റ് ടു ഫോം 4 പൊട്ടാസ്യം അയോൺ ആൻഡ് 1 കോംപ്ലക്സ് അയോൺ. സോ ഐയുടെ വാല്യൂ 5 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഇതിൽ തന്നേക്കുന്നത് NaCl ആണ്. NaCl 2 അയോൺ ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഐയുടെ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, നൗ രണ്ടാമത്തേൽ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പൈ ഇസ് ഈക്വൽ ടു ഐ is 5, concentration is 0.1 RT which is equal to 0.5 RT. 0.5 RT വരും. ഇനി രണ്ടാമത്തെ വന്നു കഴിഞ്ഞാൽ പൈ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ഐ 2 ആണ്, കോൺസെൻട്രേഷൻ ഇസ് 0.25 RT അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 RT അല്ലെ. 0.25 into 2 0.5 RT. ഇനി മൂന്നാമത്തെ, സോ ഇവിടെയും രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ് അല്ലെ, രണ്ടിനും 0.5 RT ആണ്. അപ്പൊ അതും നമുക്ക് കൗണ്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ അല്ലെ, മൂന്നാമത്തെ ഐ വാല്യൂ ഐ എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലെ. ഇവിടെയും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 4 പൊട്ടാസ്യം അയോണും ഉണ്ടാവും, ഒരു കോംപ്ലക്സ് അയോണും ഉണ്ടാവും. സോ 4 1 5 അയോണുകളായിരിക്കും ബേസിക്കലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഗൈൻ ഇവിടെ സോഡിയം ക്ലോറൈഡ് ആണ്, ഐയുടെ വാല്യൂ 2 ആയിരിക്കും അല്ലെ. ഐയുടെ വാല്യൂ 2 നോക്കാം. പൈ ഇസ് ഈക്വൽ ടു ഐ 5, concentration is given as 0.05 RT which is equal to 0.25 RT. Okay, ഇവിടുത്തെ 0.25 RT ആണ്. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിൽ പൈ ഇസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ 2 ആണ്, concentration is 0.25, so which is equal to 0.5 RT അല്ലെ. ഇത് 0.5 RT ആണ് വരിക. സോ ഇത് 0.25 RT യും ഇത് 0.5 RT യും. സോ ഇത് നമ്മളുടെ കൗണ്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ളത് മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് പറ്റത്തില്ല. ഇനി ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഐ വാല്യൂ 2 ആണ്. സോ ഇതിന്റെ സോഡിയം ക്ലോറൈഡ് ഐ വാല്യൂ 2, ബേരിയം ക്ലോറൈഡിന്റെ ഐ വാല്യൂസ് 3 അല്ലെ. 3 അയോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. Ba2 പോസിറ്റീവ് അയോണും 2 ക്ലോറൈഡ് അയോണും അല്ലെ. 3 അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് നോക്കാം. ഡി പൈ ഇസ് ഈക്വൽ ടു ഐ 2 ആണ്, concentration is 0.15 RT, so which is equal to 0.3 RT. 0.15 into 2 0.3 RT. രണ്ടാമത്തത് ഐ 3 0.1 RT which is equal to 0.3 RT. ഇവിടെയും രണ്ടും സെയിം ഓസ്മോട്ടിക് പ്രഷർ ആണ്, ദാറ്റ് ഇസ് 0.3 RT. ഇനി ലാസ്റ്റിൽ നോക്ക്, ഇവിടെ ഐയുടെ വാല്യൂ എടുക്കുമ്പോൾ ഈ സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകരം K+ അയോൺ ഉണ്ടാവും, ഇവിടെ ഒരു Cl- അയോൺ ഉണ്ടാവും, പിന്നെ ഒരു Mg2+ അയോൺ ഉണ്ടാവും, പിന്നെ 2 Cl- അയോണും ഉണ്ടാവും. ഓക്കെ, ടോട്ടൽ എത്ര അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും? 2 1 3 1 4 1 5 അയോണുകളായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിന്റെ ഐ വാല്യൂ ഇസ് 5 അല്ലെ. ഐ വാല്യൂ 5. ഇവിടെയോ KCl ഐ വാല്യൂ 2, ഐ ഇസ് ഈക്വൽ ടു 2. നോക്കാം, പൈ ഇസ് ഈക്വൽ ടു 5 into ഐയുടെ വാല്യൂ 5 ആണ്, 0.02 RT which is equal to 0.1 RT.
രണ്ടാമത് pi is equal to ഐയുടെ വാല്യൂ 2, C is 0.05 RT, which is equal to 0.1 RT അല്ലേ. ഇവിടെ രണ്ട് സ്ഥലത്തും 0.1 RT ആണ്. അപ്പോൾ ഇതും എന്താണ് കറക്റ്റ് അല്ലേ, 0.1 RT. അപ്പോൾ ഇതിൽ നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് the number of pairs of the solution having the same value of osmotic pressure from the following is എന്നാണ്. അപ്പോൾ 1, 2, 3, 4 4 pairsന് സെയിം ഓസ്മോട്ടിക് പ്രഷർ വാല്യൂ ആണ്. സോ ദ ആൻസർ ഇസ് 4. 4 pairsന് സെയിം ഓസ്മോട്ടിക് പ്രഷർ വാല്യൂ വരുന്നുണ്ട്. സോ ഈ ക്വസ്റ്റിന്റെ ആൻസർ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. 28 liter of carbon dioxide is produced on complete combustion of 6.8 liter of gaseous mixture of ethane and methane at 25 degrees Celsius and 1 atm. Heat evolved during the combustion process is dash kilojoule. You are given enthalpy of combustion of methane as minus 900 kilojoule per mole and enthalpy of combustion of ethane is minus 1400 kilojoule per mole. നമുക്കൊരു മിക്സർ ഓഫ് ഗ്യാസ് ആണുള്ളത്. ഈത്തൈൻ്റെയും മീത്തൈൻ്റെയും മിക്സർ ആണ് അല്ലേ. സോ വി ഹാവ് ടോട്ടൽ വോളിയം ഓഫ് മീത്തൈൻ പ്ലസ് വോളിയം ഓഫ് ഈത്തൈൻ. അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. വോളിയം ഓഫ് എത്രയാണ്? 16.8 ലിറ്റർ ആണ്. 16.8 ലിറ്റർ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഒരാളുടെ വോളിയം നമുക്ക് എക്സ് ആക്കി എടുക്കാം. Say volume of methane is equal to x. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഈത്തൈൻ എന്തായിരിക്കും? 16.8 മൈനസ് എക്സ് ആയിരിക്കും. പിന്നെ തന്നിരിക്കുന്നത് രണ്ട് മിക്സറിന് നമ്മൾ കമ്പഷൻ നടത്തുമ്പോൾ വി ആർ ഗെറ്റിംഗ് ടോട്ടൽ രണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ അല്ലെ. methane produce carbon dioxide, ethane also produce carbon dioxide. So total volume of carbon dioxide produced തന്നിട്ടുണ്ട് 28 liter ആണ്. So volume of carbon dioxide produced is 28 liter. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇൻഡിവിജ്വൽ വോളിയം കണ്ടുപിടിച്ചേക്കാം അല്ലെ. നമുക്ക് മീത്തൈൻ്റെ വോളിയവും ഈത്തൈൻ്റെ വോളിയം ആദ്യം കണ്ടുപിടിച്ചേക്കാം. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലെ. നമ്മൾ ആദ്യം രണ്ടിൻ്റെയും കമ്പഷൻ റിയാക്ഷൻ ചെയ്ത് അല്ലെ. മീത്തൈൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് CO2 പ്ലസ് H2O. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ബാലൻസ് ചെയ്യാം. എത്ര ഹൈഡ്രജൻ? 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. സോ 4 2 ഓക്സിജൻ അല്ലെ. 2 ഓക്സിജൻ ആണല്ലോ. നമുക്കിനി ഇതിൻ്റെ ഒരു സ്റ്റോഷിയോമെട്രി എടുത്ത് നോക്കാം അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഇതിൻ്റെ 1 ലിറ്റർ ആണ് എടുക്കുന്നത് അല്ലെ. ഇതൊക്കെ ഗ്യാഷ്യസ് ഫേസിലുള്ളതാണ്. നമുക്ക് വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 1 മോളാണ്, ഇതിൻ്റെയും 1 മോളാണ് അല്ലെ. ഇതിൻ്റെ 1 മോളാണ്, ഇതിൻ്റെ 1 മോൾ. നമുക്കറിയാം 22 ലിറ്റർ മീത്തേൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 22.4 ലിറ്റർ. അല്ലെങ്കിൽ നമുക്കറിയാം 1 ലിറ്റർ മീഥെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? നമുക്ക് ഗാലൂസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോളിയം എടുക്കാം. 1 ലിറ്റർ മീഥെയിൻ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. 22.4 എടുത്തു കഴിഞ്ഞാൽ അതാണ് സ്റ്റോഷിയോമെട്രി പറയുന്നത് അല്ലെ. സ്റ്റോഷിയോമെട്രി അക്കോർഡിംഗ് ടു സ്റ്റോഷിയോമെട്രി നമുക്കറിയാം 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് മീഥെയിൻ എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. 1 മോൾ ഗ്യാസ് ആണ്. അതായത് 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. നമ്മളിവിടെ മീഥെയിൻ എത്ര എടുക്കുന്നത്? എക്സ് ലിറ്റർ ആണ് എടുക്കുന്നത് അല്ലെ. എക്സ് ലിറ്റർ. അപ്പോൾ എക്സ് ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും എക്സ് ലിറ്റർ കിട്ടും അല്ലെ. ഇഫ് യു ടേക്ക് എക്സ് ലിറ്റർ ഓഫ് മീഥെയിൻ വിൽ ഗെറ്റ് എക്സ് ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് ഇതേ റിയാക്ഷൻ ഈത്തൈനും കൂടെ എഴുതി നോക്കാം അല്ലെ. ഈത്തൈൻ C2H6 പ്ലസ് O2 gives CO2 പ്ലസ് H2. നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം അല്ലെ. 3 ഹൈഡ്രജൻ ഉണ്ട്. സോ 6 ഹൈഡ്രജൻസ് ഉണ്ട്. സോ 3 വാട്ടർ മോളിക്യൂൾസ് വേണം. രണ്ടും നമുക്ക് C2H4 ആണ് തന്നേക്കുന്നത്. C2H4 ഇവിടെയും C2H4 ആണ് അല്ലെ. അപ്പോൾ C2H4 ആവുമ്പോൾ നമുക്ക് ഇവിടെയും 2 വാട്ടർ മോളിക്യൂൾ ആണ്.
വിൽ ഗെറ്റ് 2 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. നമുക്ക് 2 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലെ. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ C2H4 ബാലൻസ് ചെയ്യുമ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അപ്പം ടോട്ടൽ ഓക്സിജന്റെ എണ്ണം എത്ര? 4ഉം 2ഉം 6 ആയി. ഇവിടെ നമുക്ക് 3 ഓക്സിജൻസ് വേണം അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. C2H4 gives 2 കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റോഷിയോമെട്രി കമ്പയർ ചെയ്ത് നോക്കാം അല്ലെ. 1 മോൾ C2H4 gives 2 moles CO2. അതായത് ഇപ്പം നമ്മൾ 22.4 ലിറ്റർ ഇത് ബേസിക്കലി ഇത് എത്തിലീൻ ആണ് അല്ലെ. C2H4 എടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2 into 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ എത്ര ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 2 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലെ. 1 ലിറ്റർ എത്തിലീൻ എടുത്തു കഴിഞ്ഞാൽ 2 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമുക്ക് നേരെ ഡബിൾ ആയിട്ടായിരിക്കും കിട്ടുന്നത് അല്ലെ. നമ്മൾ എത്ര ഈ എത്തിലീന എടുക്കണേ? 16.8 മൈനസ് എക്സ് ആണ് അല്ലെ. 16.8 മൈനസ് എക്സ് ലിറ്റർ ആണ് നമ്മൾ എടുക്കണേ. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 2 into 16.8 മൈനസ് എക്സ് ലിറ്റർ കിട്ടും. 2 into 16.8 മൈനസ് എക്സ് ലിറ്റർ കിട്ടും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എക്സ് ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് 2 into 16.8 മൈനസ് എക്സ് ലിറ്റർ കിട്ടുന്നുണ്ട്. അതിന്റെ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ടോട്ടൽ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 28 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആണേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? 16 നമുക്കറിയാം എക്സ് മൈനസ് 2x. സോ മൈനസ് എക്സ് 33.6 is equal to 28 എന്നാണ് അറിയാം. സോ എക്സ് is equal to 33.6 മൈനസ് 28 എന്ന് കിട്ടും. അതായത് 5.6 അല്ലേ. 28 പ്ലസ് 5.6 ആണ് 33.6. സോ നമുക്ക് വോളിയം ഓഫ് മീഥെയിൻ കിട്ടി അല്ലെ. വോളിയം ഓഫ് മീഥെയിൻ is equal to 5.6 ലിറ്റർ ആണ്. അതേപോലെ വോളിയം ഓഫ് എത്തിലീൻ C2H4 is equal to 16.8 മൈനസ് എക്സ് എത്രയാണ്? 5.6 അല്ലെ. അപ്പൊ ഇത് എത്രയായിരിക്കും? 2 1 5 6 അല്ലെ. 11.2 ലിറ്റർ. സോ വോളിയം ഓഫ് എത്തിലീൻ is 11.2 ലിറ്റർ. നമുക്ക് ഇവരുടെ വോളിയം അറിയാം. വോളിയം അറിയാൻ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചൂടെ അല്ലെ. PV ഈക്വൽ ടു NRT വെച്ചിട്ട് N is equal to PV by RT ആണ്. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങാം. N is equal to pressure is 1, volume is 5.6 and R is 0.082 into temperature is given as 25 degrees Celsius. So we can take it as 298 Kelvin. So you will get 0.229 number of moles ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്രം 1 mole methane heat of combustion of methane നമുക്ക് തന്നിട്ടുണ്ട്. From 1 mole methane heat released is 900 kilojoule ആണ്. From 1 mole methane 900 kilojoule heat ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ from 0.229 mole, therefore from 0.229 mole methane എത്ര ഹീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടാവും? 900 into 0.229 kilojoule അല്ലെ. അത്രയും ഹീറ്റ് ആയിരിക്കും റിലീസ് ചെയ്തിട്ടുണ്ടാവുക. and that is equal to 206.2 and we'll get 206.2 kilojoule. ഇത്രയും ഹീറ്റ് ആയിരിക്കും റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 206.2 kilojoule ഹീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തത് എത്തിലീൻ C2H4 എന്നാണ്. നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് നോക്കാം. നമ്പർ ഓഫ് മോൾസ് is equal to PV by RT ആണ്. Again pressure 1 atmosphere എടുക്കണം. Volume is 11.2 and R is again 0.082 ഇടാം into temperature is 298 Kelvin. So this value again double ആയിരിക്കും, ഇതിന്റെ ഡബിൾ ആയിരിക്കും. കണ്ടുപിടിച്ച് നോക്കാം. Look at 0.458 number of moles is equal to 0.458 ആയിരിക്കും കിട്ടുക. Again ഇതിന്റെ heat of combustion തന്നിട്ടുണ്ട്. From 1 mole C2H4 it is 1400 kilojoule.
അങ്ങനെയാണെങ്കിൽ therefore from 0.458 മോൾ എത്ര കിട്ടും? 1400 into 0.458 അല്ലേ, 641.2 കിലോ ജൂൾ, 641.2 കിലോ ജൂൾ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി, ടോട്ടൽ ഹീറ്റ് റിലീസ്ഡ് എത്രയായിരിക്കും? ടോട്ടൽ ഹീറ്റ് റിലീസ്ഡ് = 206.2 plus 641.2 which is equal to say 847.4 കിലോ ജൂൾ ആയിരിക്കും കിട്ടുക. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 847 കിലോ ജൂൾ ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആൻസർ ഫോർ ദ ക്വസ്റ്റൻ ഈസ് 847 കിലോ ജൂൾ. സോ ദ ആൻസർ ഈസ് 847. അടുത്ത ക്വസ്റ്റൻ, total number of moles of AgCl precipitate on addition of excess silver nitrate to 1 mole each of the following complex. അപ്പോൾ ഓരോ മോൾ കോംപ്ലക്സ് നിന്നും എത്ര മോൾ ക്ലോറൈഡ് അയോൺ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നേക്കുന്ന കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CONH3 4 times Cl2. അപ്പൊ ഇതിന്റെ ഒരു ക്ലോറൈഡ് അയോൺ മാത്രമാണ് അയണൈസേഷൻ സ്ഫിയറിൽ കിടക്കുന്നത് അല്ലെ, CONH3 4 times Cl2 Cl മൈനസ് അല്ലെ, ഒരു ക്ലോറൈഡ് അയോൺ മാത്രമാണ് അയണൈസേഷൻ സ്ഫിയറിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു ക്ലോറൈഡ് അയോൺ ആയിരിക്കും അത് തരിക, ഒരു മോൾ ക്ലോറൈഡ് അയോൺ. അതേപോലെ അടുത്ത കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ നിക്കൽ H2O 6 times Cl2 എന്നാണ്. ഇത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NiH2O 6 times 2Cl മൈനസ് അല്ലെ, 2 മോൾസ് ഓഫ് ക്ലോറൈഡ് അയോൺസ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇത് ഒരു ക്ലോറൈഡ് അയോണും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, കാരണം ഇതിന്റെ അയണൈസേഷൻ സ്ഫിയറിൽ വേറെ ആരും ഇല്ല. അടുത്തത് പലേഡിയം NH3 4 times Cl2 എന്നാണ്. ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് പലേഡിയം NH3 4 times 2 plus 2Cl മൈനസ് അല്ലെ. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര ക്ലോറൈഡ് അയോൺ തരും? 2 plus 2 4 plus 1 5 ക്ലോറൈഡ് അയോണുകളായിരിക്കും. അപ്പൊ 5 ക്ലോറൈഡ് 5 മോൾ AgCl ആയിരിക്കും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഓരോന്നിലും അത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് 1 മോൾ AgCl തരും, ഇത് 2 മോൾസ് ഓഫ് AgCl തരും, ഇതും 2 മോൾസ് ഓഫ് AgCl തരും. ടോട്ടൽ 5 മോൾസ് ഓഫ് AgCl ആയിരിക്കും. ഓക്കെ, 5 മോൾസ് ഓഫ് AgCl. ഓക്കെ, 5 മോൾസ് ഓഫ് AgCl. അപ്പൊ അതിന്റെ ആൻസർ 5 ആയിരിക്കും. ഈ ക്വസ്റ്റൻ ആൻസർ 5 ആയിരിക്കും. അടുത്ത ക്വസ്റ്റൻ, നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ് പെർ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോകാർബൺ എ ഹാവിംഗ് 85.8% കാർബൺ എസ്. അപ്പൊ നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ഒന്ന് എംപിരിക്കൽ ഫോർമുലയുടെ ബേസിൽ ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാസ് അതിന്റെ രീതിയിൽ ചെയ്യാം. കാരണം നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലെ, മോളാർ മാസ് 84 തന്നിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രോ കാർബണിൽ നമ്മൾ സപ്പോസ് നമ്മൾ എടുക്കുകയാണ് CXHY, നമുക്ക് CXHY എഴുതാം. CXHY ഇതിൽ Y ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ് പെർ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോകാർബൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സോ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ് പെർ മോളിക്യൂൾ ഓഫ് ഹൈഡ്രോകാർബൺ ഹാവിംഗ് 85.8% കാർബൺ ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. 85. സോ പെർസെൻറ്റേജ് ഓഫ് കാർബൺ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു 85.8. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രോജൻ എന്തായിരിക്കും? Percentage of hydrogen is 100 minus 85.8 ആയിരിക്കും അല്ലെ. അത് എത്ര ആയിരിക്കും? 86 വരും. സോ 14.2 അല്ലെ, 14.2. അപ്പൊ ഇത്രയും പെർസെൻറ്റേജ് ഹൈഡ്രോജൻ ആണ് അതിനകത്തുള്ളത് നമുക്ക്. അപ്പൊ ഒരു ഹൈഡ്രോ കാർബണിലെ പെർസെൻറ്റേജ് മാസ് ഓഫ് ഹൈഡ്രോജൻ കിട്ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു 14.2 അല്ലെ. അത് 14.2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. നമുക്ക് ഒരു ഹൈഡ്രോജൻ ആറ്റത്തിന്റെ മാസ് 1 ആണ്. Y into 1 divided by total molar masses 84 ആണ്. അതിന്റെ പെർസെൻറ്റേജ് അല്ലെ, ഹൈഡ്രോജൻ ആറ്റത്തിന്റെ പെർസെൻറ്റ് ഇൻറ്റു 100 ആണ് എത്ര? 14.2 അല്ലെ. ഇത് 14.2 ആണ്. നമുക്ക് Y ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ Y is equal to 14.2 into 84 divided by 100. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരിക്കും.
ഇത് വാല്യൂ വരുന്നത് 11.9 ആണ്. നമ്മളത് റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12 എന്ന് എഴുതാം അല്ലെ. സോ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും ചോദിച്ചാൽ ഒരു മോളിക്യൂളിനകത്ത് 12 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇതിന്റെ കറക്റ്റ് ആൻസർ 12 ആയിരിക്കും. അടുത്തത് നമുക്കൊരു സെല്ല് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് ഈ എയുടെ വാല്യൂ ആണ്, വാല്യൂ ഓഫ് എ. നമുക്ക് ഈ സെല്ലിന്റെ റിയാക്ഷൻസ് ഒക്കെ എഴുതാം. അപ്പൊ ലെഫ്റ്റിലുള്ളത് ആനോഡാണ്, അപ്പൊ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും. അപ്പൊ ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ആർക്കായിരിക്കും ഓക്സിഡേഷൻ നടക്കുക? ഹൈഡ്രജൻ ആയിരിക്കും. ഹൈഡ്രജൻ ഓക്സിഡൈസ്ഡ് ആവും, 2H++ ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ, ഇതാണ് അതിന് ഓക്സിഡേഷൻ. കാത്തോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ആർക്കായിരിക്കും റിഡക്ഷൻ നടക്കുന്നത്? ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് M3+ആയിരിക്കും. സോ M3+ ഗെയിൻ 2 ഇലക്ട്രോൺ ആൻഡ് ഗിവ് M+. അപ്പൊ ഇതാണ് ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2 + M3+ gives 2H++ M+, അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ നെറ്റ് റിയാക്ഷൻ. അപ്പൊ ഇവിടുത്തെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+² ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് M+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M3+ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് H2 അല്ലെ, പ്രഷർ ഓഫ് H2. കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്ക് തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് H+ 1 മോളാർ ആണ്. പ്രഷർ ഓഫ് ഹൈഡ്രജൻ 1 ബാർ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടു. സോ കോൺസെൻട്രേഷൻ ഓഫ് M+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M3+ എന്ന് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് M+ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് M3+ നമ്മൾ എത്ര ആയിട്ട് എടുക്കണം? 10⁻⁴ ആയിട്ട് എടുക്കണം. 10⁻⁴ ആയിട്ട് അത് എടുക്കാം. ഇനി ഇതിന്റെ ഈ സെല്ല് തന്നിട്ടുണ്ട് അല്ലെ, ഈ സെൽ ഫോർ ദ ഗിവൺ സെല്ല് തന്നിട്ടുണ്ട്. ഈ സെല്ലിന്റെ ഫോർമുല, ഇവിടുത്തെ എന്നിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് 2 ആണ്. സോ E0 സെൽ ഇസ് E0 കാത്തോഡ് മൈനസ് E0 ആനോഡ് ആണ്. E0 കാത്തോഡ് തന്നിട്ടുണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.2 ആണ്. E0 ആനോഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ്, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. So E0 is 0. E cell is equal to E0 cell minus 0.059 log Q ആണ്, divided by N log Q എന്നാണ്. E cell is given as 0.1115, right? Yeah, 0.1115. 0.1115 is equal to E0 cell is 0.2 minus 0.0591 വേണ്ട, 9 എടുത്താൽ മതി, ഡിവൈഡഡ് ബൈ N is 2 log 10⁻⁴. log 10⁻⁴. സോ കാര്യം ചെയ്യാം, ഈ മൈനസ് കളയാം. അതുകൊണ്ട് 0.2 മൈനസ് 0.1115 എന്ന് എഴുതാം, ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.059 is equal to a log 10 ഇത് അല്ലെ. log 10 a⁻⁴ ആയിരിക്കും. that is equal to a log 10. log 10 is 1. so a is equal to ചെയ്തു അല്ലെ 0.2 0.1115. Yeah, 0.0885 വരും into 2 അല്ലെ, 0.0885 into 2. .1770 divided by 0.059 or 177 divided by 59. Okay, so a is equal to 3. so നമുക്ക് a യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. a യുടെ വാല്യൂ വരുന്നത്, a യുടെ വാല്യൂ is 3 അല്ലെ, വാല്യൂ ഓഫ് a is 3 ആണ് നമുക്ക് പറയാം. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ,
based on the given figure, the number of correct statement, നമുക്ക് correct statement കണ്ടുപിടിക്കണം. Okay. Surface tension is the outcome of equal attractive and repulsion forces acting on the liquid molecules in bulk. തെറ്റാണ്. Surface tension is due to the unequal attraction force acting on the molecules on the surface. Okay, അതുകൊണ്ടാണ് surface tension ഉണ്ടാവുന്നത്. So surface tension is the outcome of equal attractive and repulsion force acting on the liquid molecule in the bulk. തെറ്റാണ്. അടുത്തത്, അപ്പൊ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, surface tension is due to uneven force acting on the molecules present on the surface. That is the reason for surface tension. So that is correct. Third one, the molecules in the bulk can never come to liquid surface. It is wrong. It can come to the liquid surface, right? Once it is getting vaporized, the bulk molecule will go to the surface. So that is wrong. Option D, the molecules on the surface are responsible for vapor pressure if the system is a closed system. That is correct, because vapors are produced by the escape of molecules from the surface. Surface ഉള്ള molecule vapor phase ലേക്ക് പോകുന്നതുകൊണ്ടാണ് surface tension ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ സർഫസ് ഉള്ള മോളിക്യൂൾ പോകുമ്പോൾ ബൾക്കിലുള്ള മോളിക്യൂൾ തിരിച്ച് സർഫസിലേക്ക് വരും. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ, ബിയും ഡിയും ആണ്. സോ ബേസ്ഡ് ഓൺ ദ ഗിവൻ നമ്പർ ഓഫ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 2. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 2. അടുത്ത ക്വസ്റ്റ്യൻ, a first order reaction has the rate constant K equal to 4.6 into 10 raised to minus 3 second inverse. The number of correct statements from the following is or are. Given log 3 is equal to 0.48. First one, reaction completes in 1000 seconds is a wrong statement because it's a first order reaction. It never get complete. Okay, so correct first statement is wrong. Second one, the reaction has a half-life of 500 seconds. So we are given with the rate constant K 4.6 into 10 raised to minus 3 second inverse. So we can find T half, right? It is a first order reaction. So T half is equal to 0.693 divided by K, and K is equal to 4.6 into 10 raised to minus 3. So that is equal to 150 seconds. It's actually 150 seconds. So this is also wrong. The reaction has a half-life of 500 seconds. Is wrong. Now the time required for 10% completion is 25 times required for 90% completion. So we can calculate this. So time is equal to, you know that it is 2.303 divided by K log A naught by A. So this is the formula for first order kinetics, log A naught by, where A naught is the initial concentration, A is the concentration at time T. So first we can find time required for 10%. So 2.303 divided by K, we are not giving the substitution, log. So 10% completion, so initial concentration we can take it as 100, and after time, say 10% completion, what is remaining is 90%. Okay, 90% is remaining. So this is equal to 2.303 divided by K log 10 by 9. Okay, now we can find it for T 90%. So T 90% is equal to 2.303 divided by K log 100 divided by, see 90% completion means 90% completion is only 10% is remaining, right? So it was log 10. So log 10 is 1, which is equal to 2.303 divided by K. Okay, so we can write T 10%. 2.303 by K, 2.303 by K is T 90%, right? Log 10 minus log 9. Okay, so T 90%, log 10 is 1 minus log 9. Log 9 is log 3 square or 2 log 3. Log 3 is given as 0.48. So 2 into 0.48
So that is equal to percentage into 1 minus 0.96 0.04. Okay. So basically the time required for 10% completion is only 0.04 times that of T90 percentage. Okay. So it is not 25 times, it is only 0.04 times. Okay. So this is also wrong. This is also wrong. Now the fourth one, the degree of dissociation is equal to 1 minus e raised to minus kt. So this we can find. See, this is suppose this is the reaction A giving product P. Initially, when time t is equal to 0, with this in terms of exponential, so we have to take that particular equation. So at time t is equal to say t, x moles undergo dissociation, then A minus x is remaining and x moles of product is formed. Okay. So our degree of dissociation, what will be degree of dissociation? So degree of dissociation is defined as number of moles dissociated per mole of a substance. So if you are taking initially A moles of reactant and if x mole is undergoing dissociation, so x by A will be the degree of dissociation, right? Degree of dissociation is equal to x by A. So it is amount dissociated per mole. So if you take A moles of the compound and x moles is undergoing dissociation, then degree of dissociation will be x divided by A. So we have to find x by A. So we here we use this relation. We know this equation A is equal to A naught t raised to minus kt. This is exponential form of first order kinetics, right? A is equal to A naught t raised to minus kt. A is the concentration at time t. Here it is A minus x. A naught is initial concentration. Here it is A e raised to minus kt. So we'll take A minus x by A is equal to e raised to minus kt, or 1 minus x by A is equal to e raised to minus kt, or x by A 1 minus e raised to minus kt, and x by A is the degree of dissociation, right? So degree of dissociation is equal to e raised to 1 minus e raised to minus kt. So that is the given statement. The degree of dissociation is equal to 1 minus e raised to minus kt. So the correct answer, this option D is correct. Now option 4, the statement E is the rate and the rate constant have the same unit. No, here the first order kinetics unit of rate constant is per second. Unit of rate is moles per liter per second. So they have different units. So this is also wrong. So we have to choose the number of correct statement. Here only one statement is correct, right? It is only D is correct. So the correct answer is 1. Only one statement is correct. So the correct answer is 1. Only one statement is correct. So the correct answer is 1. And the next question, the number of incorrect statements from the following are, so first one is water vapors are absorbed by anhydrous calcium chloride. Here there is a typo error. Actually in the question, in the Jee Main question, it was given as adsorb. Okay. So this is the question. This is the question given. Water vapors are adsorbed by anhydrous calcium chloride. This was the actual question. This was the actual question. Water vapors are adsorbed by anhydrous calcium chloride. But that statement is wrong, because calcium chloride absorbs water molecule. Okay, calcium chloride basically absorbs water molecule. So the statement is wrong. So in the question it is basically water vapors are adsorbed by anhydrous calcium chloride. This is the actual question. Water vapors are adsorbed by anhydrous calcium chloride. So that statement is wrong. Actually water vapors are absorbed by water molecule. Now the second one, there is a decrease in surface energy during adsorption. Surface energy adsorption nadakkumbo there will be decrease in surface energy. Adsorption nadannu kazhinja surface molecules energy will decrease karanam unbalanced force okke it will get balanced. B is correct. Now C,
As the adsorption proceeds, delta H becomes more and more negative. Wrong ആണ്. Adsorption proceed ചെയ്യുന്നതിനനുസരിച്ചിട്ട് release ചെയ്യുന്ന amount of energy കുറഞ്ഞു വരും. Okay. So it becomes more and more positive. So this is wrong. This is again wrong. As the absorption, that is all adsorption. Okay. So the statement C is actually as the adsorption proceeds, delta H becomes more and more negative. That is wrong. As the adsorption proceeds, delta H becomes more and more positive. So this statement is also wrong. Last one, adsorption is accompanied by decrease in entropy of the system. That is correct. Surface molecule random movement before adsorption, but once it is getting adsorbed, it degree of disorderness decreases, or it becomes more and more ordered. So entropy will decrease. So adsorption is accompanied by decrease in entropy of the system is a correct statement. So the correct answer, we have to choose the incorrect statement. So this is incorrect. This is also incorrect. Two statements are incorrect here. A and C are incorrect. So the correct answer is 2. Okay. So the answer 2 ആണ്. അപ്പോൾ ഇത് ടൈപ്പ് എറർ ആണ്. ഈ ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിക്കാം. ആക്ച്വൽ ക്വസ്റ്റനിൽ JEE മെയിൻ്റെ ആക്ച്വൽ ക്വസ്റ്റനിൽ this was actually adsorbed. This was also adsorption. This was also adsorption. So question is about adsorption. But we know that water vapor, calcium chloride basically absorbs water molecule, not adsorbs. Okay, and surface energy during adsorption decrease ചെയ്യും. അത് correct ആണ്. Cയിൽ വരുമ്പോൾ the adsorption proceeds, delta H becomes more and more positive. അത് പോസിറ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ എയും സിയും ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇൻകറക്റ്റ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് പേപ്പർ. കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ളൊരു പേപ്പർ ആയിരുന്നു. അധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. So hope you are clear, and if you have further queries you can contact me, and thank you for listening.